എന്താ എനിക്ക് അന്നേരം എന്റെ BP അങ്ങോട്ട് കൂടും. എന്തിനാണത്? എനിക്കറിയണ എന്നെ ഇങ്ങനെ വളർത്തിയ വീട്ടില് ഞാൻ ചെയ്യാനെ അപ്പടുത്ത് ചോദിക്കും. അതാണ് ഞാൻ അനുകുട്ടിക്ക് വിശ്വാസം ചെയ്തപ്പോഴാണെന്നറിയോ, ഞാൻ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിഷൻ ബോർഡിനകത്തുള്ള എന്റെ ഒരു കാര്യം റിയൽ ആയിട്ട് നടന്നപ്പോഴാണ് പുള്ളിക്കാരൻ എന്നാ ഞാനും വിഷൻ ബോർഡ് ഉണ്ടാക്കാന്ന്. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ടെന്ന് ായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കണം. ഞാൻ വെളിയിൽ പോലും പറയണ്ട, അല്ലാതെ തന്നെ എന്റെ അടുത്തോട്ട് അതെത്തും. കൂടോത്രം എന്റെ ഫേസ് ഫോക്കസ് ആയിരിക്കും. പിന്നെ എന്റെ മുഖം ഇത് എഴുതി ഒട്ടിച്ച് അറിയോ? ഇല്ല, അങ്ങനില്ല. അങ്ങനെ ടെക്നോളജി ഇല്ല. എനിക്ക് എന്ത് വേണം? സൗകര്യമായിട്ട് സംസാരിക്കാൻ ഇപ്പൊ സൗകര്യായോ? പറയട്ടെ. ഹലോ, ഇന്ന് നമ്മള് ഒരു സെറ്റപ്പ് ഒക്കെ മനസ്സിലാവുന്നുണ്ടാകും. ഞങ്ങളെ ചിലപ്പോൾ ഇത് വരുന്നതിന് മുമ്പ് നിങ്ങൾ വേറെ നമ്മൾ ഒരു ഓണം കൂടി മുമ്പ് ഷൂട്ട് ചെയ്യാണ്. ഇതിൽ ഏതാദ്യം വരും എന്നൊന്നും അറിയത്തില്ല. എഡിറ്റ് ചെയ്യണ ഒന്നാമത്തെ കാര്യം ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിയാനായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കുറെ എണ്ണം ഷൂട്ട് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അറിയണ്ടേ. ഞങ്ങളിത് ഓരോ വർഷം കൂടുമ്പോ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോ നോക്കുമ്പോഴേ നമ്മള് Q&A ചെയ്യണ ഭയങ്കര കുറവാട്ടോ. ഒരു വർഷം മുന്നെയാണ് നമ്മള് Q&A ചെയ്തിരിക്കണേ. പുതിയതായിട്ട് പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇപ്രാവശ്യം ഉണ്ടോ പറയാൻ? പുതിയതായിട്ട് പറയാൻ നമ്മളൊരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാണല്ലോ. ഇന്ന് നമ്മൾ പറയാൻ പോണ എന്താ അറിയോ? റിയാലിറ്റി ഓഫ് മാരീഡ് ലൈഫ്. ഇന്ന് ചില ആളുകളുടെ ഒക്കെ മുഖം മൂടി മറിഞ്ഞു വീഴണ ദിവസം. മാരേജ് ലൈഫിന്റെ എങ്ങനെയുണ്ട് എന്നെ കുട്ടി? 3 വർഷത്തെ നമ്മുടെ വർഷം പോലും ഒരു മാസം കൂടെ 1.5 മാസം കൂടെ കഴിഞ്ഞ 4 വർഷമാകുകയാണ്. പക്ഷെ സമയം പെട്ടെന്ന് പോയി അല്ലേ? എന്താണ് 4 വർഷത്തെ? 4 വർഷമോ എന്റെ ദൈവമേ, 4 വർഷം. കൊറോണ വന്നിട്ട് 5 വർഷമായി. അതിന്റെ കൂട്ടത്തിൽ വന്നതാണ്. കൊറോണ കഴിഞ്ഞതിന് ശേഷം സമയം അങ്ങ് പെട്ടെന്ന് പോണ പോലെ ഇല്ലേ തോന്നിയാ? അത് നമ്മള് ഫോണിൽ കൂടുതൽ സമയം കണ്ടിരിക്കുന്നുണ്ടെന്നല്ലേ പറയാം. നമ്മൾ എത്ര എൻഗേജ്ഡ് ആയി. ഇപ്പൊ എല്ലാരും അങ്ങനെ പറയുന്നുണ്ട്. നമ്മള് സന്തോഷമുള്ള സമയമാണ് അത്ര കൂടുതൽ പെട്ടെന്ന് പോവാ. എനിക്ക് ഇഷ്ടപ്പെടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര പതുക്കെ പോയട്ടോ. ഓക്കെ, എന്നാ നമുക്ക് വിഷയത്തിലോട്ട് തുടങ്ങാം. അതെ, വിഷയത്തിലോട്ട് കടക്കാം. എന്താണെന്നുള്ളത് എങ്ങനെയുണ്ടായിരുന്നു 4 വർഷത്തെ ദാമ്പത്യ ജീവിതം? 4 വർഷത്തെ ബഹളവും സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. വഴക്കുകൾ ഉണ്ടായിരുന്നു അല്ലെ? പിന്നെന്താ, വലിയ ഭയങ്കര മേജർ തല്ലൊന്നും ഉണ്ടായിട്ടില്ല. തല്ലാൻ പറ്റിയിട്ടില്ല. തല്ലാനിങ്ങോട്ടേക്ക് വാ. ഇതൊരു തമാശ പോഡ്കാസ്റ്റ് ആയിട്ട് എടുക്കണം. അതിലിങ്ങനെ ഞങ്ങൾ പലതും പറയാം. അവസാനം മറ്റേ അതെ, തീർച്ചയായിട്ടും വീട്ടിപ്പം സ്ത്രീകൾക്കാണ് നിയമങ്ങളുള്ളത്. ഞങ്ങൾ പാവം പുരുഷന്മാർക്ക് ഇവിടെ ഇന്ത്യയിൽ നിയമങ്ങളില്ല. ഇവിടെ ഇരുന്ന് പറയട്ടെ, പുരുഷന്മാർക്ക് നിയമമില്ല, പുരുഷന്മാർക്ക് നിയമമില്ല. സത്യല്ലേ? ഒരുപാട് പ്രിവിലേജ് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. അത് കാരണം പണ്ടൊരിക്കൽ സ്ത്രീകൾ ഒരുപാട് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ചില സ്ത്രീകൾ അത് ദുരുപയോഗം. ചില അല്ല, ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് കേസുകൾ നമുക്ക് അറിയാം. ഓൾമോസ്റ്റും ഫേക്ക് കേസുകളൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അല്ല, നമ്മൾ കാണാത്ത കുറെ നല്ല കേസുകൾ. പക്ഷെ അങ്ങനെയുള്ളവർ മുന്നോട്ട് വരുന്നില്ല. മീൻസ് ഇത് കൂടുതലും ഒരു മീൻസ് എന്താ പറയാ, സ്ത്രീകൾ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുന്നവര് ന്യൂസ് മേ ബി നമ്മൾ അറിയാത്തായിരിക്കാം. മീഡിയ ഒക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അല്ലാതുള്ള കൂടുതൽ അതെല്ലാം ഫേക്ക് ആയിട്ടാണ് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. പുരുഷന്മാർക്ക് എന്തോ പുരുഷ അസോസിയേഷൻ ആരാ തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു മറ്റേ രാഹുൽ ഈശ്വറൊക്കെ പുള്ളിയൊക്കെ ചേർന്നിട്ട് നല്ലതാണ്. വരട്ടെ, ഒരു ടിക്കറ്റ് എടുക്കുന്നോ? ടിക്കറ്റ് അല്ല, ഒരു മെമ്പർഷിപ്പ് എടുക്കണം. അല്ല, സംഘടന വരുമ്പോ എല്ലാവർക്കും വരട്ടെ. ഇല്ലെങ്കിൽ ആർക്കും വേണ്ട, ഉണ്ടെങ്കിൽ എല്ലാവരും സംഘടന വരട്ടെ. നല്ല രീതിയിൽ ഉപയോഗിക്കാനാണെങ്കിൽ നല്ലതല്ലേ? കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയാ, ഗാർഹിക പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാരില്ലേ? ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്കും അങ്ങനെയുള്ളവരും ഉണ്ട് അല്ലേ? ഉണ്ട് സമൂഹത്തില്. പറഞ്ഞ പോലെ കൂടുതലും ചിലപ്പോൾ സ്ത്രീകളായിരിക്കും. പക്ഷെ എന്നാലും പുരുഷന്മാർക്കും ഇഷ്യൂസ് ഉള്ള ഒരുപാട് പേര് ഉണ്ട്. കഷ്ടം എന്താ വെച്ചാൽ അങ്ങനെ അനുഭവിക്കുന്ന സ്ത്രീകളാരും വെളിയിൽ വന്ന് അത് യൂസ് ചെയ്യണില്ല എന്നുള്ളതാ അല്ലെ? യൂസ് ചെയ്യുന്ന ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ മീഡിയയുടെ ഒക്കെ നോക്കുമ്പോൾ കൂടുതലും ചിലപ്പോൾ സെലിബ്രിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ കാണുന്നുണ്ടായിരിക്കും. അത് കൂടുതലും പുരുഷന്മാരെ ഈ പറഞ്ഞ പോലെ ഇരയാക്കുക എന്നുള്ളതാണ്. നമ്മൾ സത്യത്തിൽ ഇരതിപ്പുറത്താണെങ്കിലും അങ്ങനെ പലയിടത്തും അങ്ങനെ തോന്നാറില്ലേ? നമ്മൾ ജസ്റ്റ് ചില കേസുകളൊക്കെ പേരൊന്നും പറയാനില്ല. പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് അവസാനം കേസാവും. അപ്പൊ അതുകൊണ്ട് അതാ പേര് പോലും പറയാൻ പറ്റില്ല. അതെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ പീഡനത്തിന്റെ ഒക്കെ ഇത് വരുമ്പോ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ പുരുഷന്റെ പേര് വെളിപ്പെടുത്തണ്ട. ആള് കുറ്റപത്രം അല്ലെങ്കിൽ ആള്
അറ്റ്ലീസ്റ്റ് പ്രതിയാൻ തെളിയുമ്പം വെളിപ്പെടുത്തിക്കോട്ടെ, സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തണ്ട. അല്ലെങ്കിൽ അത് കുറെ പേര് അത് മിസ്യൂസ് ചെയ്യുന്നുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വെറുതെ പേര് പറഞ്ഞാൽ മീഡിയ ശ്രദ്ധ കുറച്ച് ദിവസം കിട്ടും. ആ മറ്റേ പേര് പറയുന്ന ആള് ചിലപ്പോ അയാൾ ഹൈ പൊസിഷൻ, ആണുങ്ങളുടെ പേര് പറയണം. നമ്മുടെ ഡൽഹിയിൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെ വന്നതിന് ശേഷമല്ലേ പേര് വെളിപ്പെടുത്താ. ഇരയെന്നല്ലേ പേര് പറയാം, ആളുടെ പേര് പറയത്തില്ല. ഡൽഹിയിൽ ഇഷ്യൂ പറഞ്ഞൂടെ, ബസ്സിൽ റേപ്പ് നടന്നു 4 പേര് 5 പേര് ചേർന്നിട്ട്, അതൊക്കെ ഭയങ്കര മോശമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതിനൊക്കെ ശേഷമുള്ള ഓരോ കേസ് വരുമ്പോഴാണ് നിയമങ്ങൾ മാറുന്നത്. പിന്നെ സ്ത്രീകളുടെ പേര് വെളിപ്പെടുത്തരുതെന്നായി. അല്ല, പേര് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ രണ്ടുപേരും പേര് വെളിപ്പെടുത്തരുത്. രണ്ടുപേരും പേര് വെളിപ്പെടുത്താതിരുന്നിട്ട് ഓക്കെ, ഈ ആരോപിക്കുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ, പുരുഷനെ വെളിപ്പെടുത്തിക്കോ. സ്ത്രീകൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോണ്. നമ്മളുടെ ടോപ്പിക് അതല്ല, നമ്മളുടെ വിഷയം, നമ്മളുടെ കല്യാണമാണ് പറഞ്ഞത്. നമ്മളുടെ വിഷയം ചർച്ചയുള്ള കാര്യമാണ്. പൊതുവെ കല്യാണങ്ങളുടെ കാര്യം നമ്മുടെ അനുഭവം എങ്ങനെ അതല്ലേ പറയേണ്ടത്. അങ്ങനെയെങ്കിൽ അല്ലാതെ ഇപ്പൊ എല്ലാവർക്കും ഒരേ അനുഭവം ഒന്നും ആയിരിക്കില്ലല്ലോ. എന്നാലും നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കാലോ, റിയാലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാലോ. 4 വർഷത്തെ എക്സ്പീരിയൻസ്. 4 വർഷം ചെറിയ സമയം തന്നെ. 4 വർഷമൊക്കെ എനിക്ക് വലിയ സമയമാണ്. പപ്പായ മമ്മിയൊക്കെ 10-40 വർഷമായി എങ്ങനെ സഹിച്ചെന്നുള്ളല്ലേ. പോടാ. എങ്ങനെയുണ്ടായിരുന്നു 4 വർഷത്തെ ജീവിതം? എന്തൊക്കെയാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുകൾക്ക്? ഇങ്ങനെ ഇപ്പൊ ഒരാളിങ്ങനെ കല്യാണം കഴിക്കാൻ പോവാണ്, എന്താണ് റിയാലിറ്റി ഓഫ് മാരേജ് അവർ അറിഞ്ഞിരിക്കേണ്ടത്? ഞാൻ ആരും അങ്ങനെ ഒരു ഉപദേശമായിട്ട് കൊടുക്കാറൊന്നുമില്ല. കാരണം ഓരോരുത്തരുടെ ജീവിതവും ഓരോ ഇതായിരിക്കും. പിന്നെ ജസ്റ്റ് കുറച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിട്ട് ഭയങ്കര ഇങ്ങനെയൊക്കെ ആയിരിക്കും, അല്ല സിനിമയെ കാണുന്ന പോലെ ആയിരിക്കും. അങ്ങനെ എക്സ്പെക്ടേഷൻ വെക്കുമ്പോഴാണല്ലോ നമുക്കൊരു നിരാശ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ കഴിവതും അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻസ് വെക്കാതിരിക്കുക. നമ്മൾ സോൾമേറ്റ്സ് ആണോ? ഞാൻ കഴിഞ്ഞ ഒരിക്കലുമല്ല. കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ആൻസർ കയറി പറഞ്ഞേ. അല്ലാത്തോണ്ട് നമ്മളൊന്ന് ഫുൾ ഡിഫറെന്റ് ആണ്. നമ്മുടെ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഡിഫറൻസ് സോൾമേറ്റ്സ് തമ്മില് വ്യത്യാസമില്ല. സോൾമേറ്റ്സ് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന പോലെ അങ്ങനത്തെ സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കപ്പിൾസ് ഒന്നല്ലേ അർത്ഥം? അല്ലേ? അല്ലേ? നല്ല കപ്പിൾസ് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സോൾമേറ്റ്സ് ആയിരിക്കും. നമ്മുടെ തോട്ട്സ് ഒക്കെ ഭയങ്കര ഡിഫറെന്റാ, ടേസ്റ്റുകൾ ഭയങ്കര ഡിഫറെന്റാ. എല്ലാ കാര്യത്തിലും സാമ്യം ഉള്ളത് എവിടെങ്കിലും ഉണ്ടോ? വളരെ റെയർ ആയിരിക്കും. ഓക്കെ, സാമ്യം ഇല്ലാത്ത ആളുകളാണ് അവര് കല്യാണം കഴിക്കാൻ പോവാണ്, കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്ന് വെച്ചാൽ ഇപ്പം അറേഞ്ച്ഡ് മാരേജ് ആണ്, വേറെ ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ അറിയാൻ പറ്റും? ലവ് മാരേജ് ആയിക്കോട്ടെ. ലവ് മാരേജ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു സെയിം ടേസ്റ്റ്, എന്റെ ഒരു അഭിപ്രായം കേട്ടോ. കോമൺ ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മള് പാർട്ട്ണർ ഇൻ ക്രൈം എന്നൊക്കെ പറയുന്ന പോലെ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു സാമ്യം ഉണ്ടെങ്കിൽ. ഞങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, സിനിമകൾ പോലും ഞാൻ ഭയങ്കരമായിട്ട് സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ സിനിമകൾ പോലും ഞങ്ങൾ ഒരേ ടേസ്റ്റ് കാണുന്ന സിനിമകൾ വളരെ കുറവാണ്. എങ്ങനത്തെ സിനിമയിൽ കാണുന്നതെന്നറിയോ? ആളുകളെ കൊല്ലുന്നത്, കൊലപ്പെടുത്തുന്നത്, ഏതാ മറ്റേ 5-ാം പാതിര, ക്രൈം ത്രില്ലേഴ്സ്. എനിക്ക് സങ്കടം വരണം, എനിക്കിങ്ങനെ ഫീൽ ഗുഡ് മൂവിയാണ് എനിക്ക് പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് എനിക്ക് പറയാ റിയാലിറ്റി ഓഫ് മാരേജിനകത്ത് പറയാനുള്ളത്. നിങ്ങൾ ഇങ്ങനെ എല്ലാം ഒരേപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കരുത്. ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടാം. പക്ഷെ എന്ത് ചെയ്യാ, നമ്മള് അതിൽ അങ്ങോട്ട് ഹാപ്പി ആവാനായിട്ട് പഠിക്കുക. ഞാൻ അങ്ങനത്തെ സിനിമ ഞാൻ ഒറ്റയ്ക്ക് കാണും. ഞാൻ തന്നെ അല്ലെങ്കിൽ ഫോണിലോ അങ്ങനെ എന്തെങ്കിലും കാണും. എനിക്ക് അങ്ങനെ ഇന്ന സിനിമയൊന്നുമല്ല, എല്ലാ ടൈപ്പ് സിനിമ ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര സാഡ് പടമൊന്നും ഞാനും കാണാറില്ല. ഭയങ്കര വയലൻസ് ഉള്ള സിനിമകളും ഞാൻ കാണാറില്ല. അതൊക്കെ ചുമ്മാ 5-ാം പാതിരയൊക്കെ അത്ര വയലൻസ് ആണോ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ അങ്ങനത്തെ പടങ്ങളാ ഫുൾ ഇറങ്ങുന്നത്. അതൊരു വലിയ പടങ്ങൾ അങ്ങനത്തെ മാത്രം. അത് ഞാൻ എപ്പോഴും ആലോചിക്കും. വെച്ചാൽ നമുക്കിപ്പോ നല്ല കുടുംബ സിനിമകൾ അല്ലെ തമാശ പടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ 2-3 പക്ഷെ ഓൾമോസ്റ്റ് ത്രില്ലർ, മറ്റേ എന്തോ ഡാർക്ക് കോമഡി അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാറ്റഗറീസ് ആണല്ലോ ഇപ്പോഴത്തെ ഫിലിമുകളൊക്കെ ഇറങ്ങുന്നത്. മറ്റേ തുടരും ഞാൻ ഭയങ്കര ഫീൽ ഗുഡ്. ഞാൻ ഫീൽ ഗുഡ്. ഞാൻ മാത്രല്ല, നമ്മുടെ എന്റെ കസിൻ ആൻചേച്ചിയൊക്കെ ഫീൽ ഗുഡ്. കാരണം അതിന്റെ ട്രെയിലറിൽ അങ്ങനെയാണല്ലോ അല്ലെ? ട്രെയിലറിൽ അതിനകത്ത് മറ്റേ ഈ ട്രെയിലർ അല്ല, ഒട്ടിക്കണേ പോസ്റ്ററിനകത്ത് ചായ കുടിക്കണേ ഫീൽ ഗുഡ്. ശോഭന മോഹൻലാൽ ആ പഴയ നാടോടിക്കാറ്റൊക്കെ ഓർത്താണ് ഞാൻ പോയത്. നാടോടിക്കാറ്റല്ലേ അത്? വൈശാഖ സന്ധ്യ പാട്ടൊക്കെ ഉള്ള ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് കാണുന്നത്. വൈശാഖ സന്ധ്യ പാട്ടൊക്കെ ഉള്ള നാടോടിക്കാറ്റ് ആ സീരിയസിൽ പറഞ്ഞ അത് തന്നെ ഞാൻ തോന്നുന്നു. അപ്പോ നമ്മൾ സിനിമ എത്തി. ഇനിയിപ്പോ അടുത്ത വൈബ് പ്രതീക്ഷ പോയിട്ട് ഞങ്ങൾ പെട്ടുപോയി. അത് തന്നെ, അത് ഭയങ്കര അതല്ലല്ലോ നമ്മൾ പറഞ്ഞു വന്നല്ലേ. അപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഇപ്പൊ വീട്ടിലാണെങ്കിലും പപ്പായും മമ്മിയും ഡിഫറെന്റ് ആണ്.
എന്റെ വീട്ടിലെ അമ്മയച്ഛൻ്റെ ഡിഫറെന്റാ, പക്ഷെ ഒരു ഭയങ്കര ഇടിയാണ്. പക്ഷെ വീട്ടിൽ കൊല്ലത്തെ വീട്ടിൽ അധികം അങ്ങനെ ഇടിയില്ല. മമ്മി കുറച്ച് ശാന്തതയാണ്, അതുകൊണ്ടാണ് പപ്പ കുറച്ച് വയലന്റ് ആയാലും മമ്മി ഇങ്ങനെ. പപ്പ വയലന്റ് ഞാൻ കണ്ടിട്ടില്ല, ഇവര് പറഞ്ഞ് കേട്ടിട്ടുള്ളതല്ലാണ്ട്. പപ്പ എന്നോട് ഭയങ്കര സ്വീറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കും. ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് പപ്പയിലെ ഏറ്റവും ഇഷ്ടമായി എന്താ അറിയോ, ഞാൻ ഞാലിപ്പൂവൻ കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും എപ്പം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നിറച്ച് ഞാലിപ്പൂവനാ. ഞാൻ റീലൊക്കെ കാണും വിചാരിക്കും ഇതാണല്ലേ ആ റീലിൽ കാണിക്കണ അച്ഛനെന്ന്. റീലിൽ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ മാംഗോ കട്ട് ചെയ്തിട്ട് മാംഗോ കഴിക്കും. അപ്പൊ അടുത്ത ദിവസം ആകുമ്പോ അത് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മ ആരെങ്കിലും നിറച്ച് മാംഗോ മേടിച്ചു വെക്കുമെന്ന്. അതേപോലെ ആൾക്കാരുണ്ട് ഫ്രൂട്ട് മേടിച്ചു വെക്കണ പോലെ. അതേപോലത്തെ എനിക്കൊന്നും മേടിച്ചു വെക്കത്തില്ല കേട്ടോ. എനിക്ക് ഞാലിപ്പൂവൻ അവിടെ എപ്പോ ചെന്നിട്ടുണ്ടെങ്കിലും ഞാലിപ്പൂവൻ, അവിടെ വേറെ ആരും ഞാലിപ്പൂവൻ കഴിക്കില്ല എന്ന് എന്നോട് മമ്മി പറഞ്ഞു. ഉണ്ണി വന്നെന്ന് അറിയുമ്പോഴേ പപ്പ ഞാലിപ്പൂവൻ മേടിച്ചു നമ്പർ ഇട്ടല്ലേ. അപ്പം അങ്ങനെ മീൻസ് മിക്കയിടത്തും ഞാനങ്ങനെ കണ്ടിട്ടുള്ള കുറച്ച് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ പണ്ടുള്ളവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ, അഡ്ജസ്റ്റ്മെന്റ് തന്നെയായിരുന്നു അന്നത്തെ. ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങളിവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ മൈൻഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമില് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ പോസ്റ്റിന്റെ ക്യാപ്ഷൻ നമ്മുടെ രണ്ടരുടെ ഫോട്ടോ കണ്ടില്ലായിരുന്നു. കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല. എന്താ ചെയ്യ, സമയം കിട്ടാറില്ല. സത്യം പറയല്ലേ, എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ അങ്ങനെ വലിയായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ കുറവാ. പക്ഷെ ആക്റ്റീവ് ആവണം. ഇനിയിപ്പോ യോഗയിലേക്കൊക്കെ ഇറങ്ങി കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറെ ആയിട്ട് വിചാരിക്കുന്നുണ്ട്, നടക്കുന്നില്ല. പക്ഷെ നമ്മൾ യോഗയിലോട്ട് വീണ്ടും പോണെയാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോ എന്റെ അടിയിൽ ഞാൻ പറഞ്ഞു വി ആർ നോട്ട് സോൾമേറ്റ്സ്, പക്ഷെ എന്താണ് മനസ്സിലാക്കും, അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യും. അത് ഞാൻ ഹൃദയത്തിൽ നിന്ന് എടുത്തെഴുതിയതാണ്, അല്ലാതെ എവിടെ ഉള്ള കോട്ടല്ല. വായിച്ചു നോക്കണ്ടേ ഇതൊക്കെ. ഞാൻ അങ്ങനെ അവന്റെ ഹൃദയത്തിൽ നിന്ന് എഴുതി എനക്ക് വേണ്ടി എഴുതിയിട്ടില്ല, നല്ല ഇംഗ്ലീഷിൽ. അതാ എന്റെ അന്നക്കുട്ടി മാത്രം അത് കണ്ടില്ല, ബാക്കി എല്ലാരും കണ്ടു. 10K ലൈക്ക് ഉണ്ടായിരുന്നു. സാധാരണ പോസ്റ്റിന് അങ്ങനെ 10K ലൈക്ക് വരാറില്ല. 13K. I don't believe in soulmates. We are not perfect. We argue, we opposite, we both have our own moods. But he respects me, listens and tries. And that's what matters. That's love. Kolla, superb. Nabijo. അപ്പൊ ഇതിന്റെ അടിയിൽ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ സോൾമേറ്റ്സിൽ വിശ്വസിക്കുന്നുണ്ടോന്ന്. അപ്പൊ എന്റെ അടി കുറെ കമന്റ് വന്നു ഇല്ലെന്ന്. അപ്പൊ റിയാലിറ്റി മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അതാണ് അത്. ഈ എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഇപ്പം നേരത്തെ ഇപ്പം എനിക്കൊന്നും ആ ട്രെൻഡ് മാറിയില്ല. ഇത്ര വയസ്സ് കല്യാണം കഴിക്കണം, നിങ്ങൾ ഇത്ര വയസ്സ് കെട്ടിയില്ല, നിങ്ങൾക്ക് മീൻസ് ജാതകമൊക്കെ ഉണ്ടാവുമായിരിക്കാം, അത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ. പക്ഷെ നമുക്ക് തോന്നുമ്പോൾ കല്യാണം കഴിക്കുക, ഓക്കെ. നമുക്ക് തോന്നിയില്ല കല്യാണം കഴിക്കണ്ട, വെറുതെ ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇഷ്ടം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, നമുക്ക് തോന്നിയെന്നുള്ള സമയത്ത് കല്യാണം കഴിക്കുക. ഇന്നത്തെ പറഞ്ഞാൽ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുക, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് ഒരു ഇതാ. പിന്നെ അതേപോലെ ഇപ്പം പയ്യന്മാരാണെങ്കിൽ ബാച്ചിലർ ലൈഫൊക്കെ നല്ല മാക്സിമം എൻജോയ്. കാരണം ബാച്ചിലർ ലൈഫ് വേറെയാണ്, മാരേജ് ലൈഫ് വേറെയാണ്. നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവും, കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങനത്തെ മാറ്റങ്ങൾ വരും. ഇച്ചിരി കൂടി നാൾ കഴിഞ്ഞ് മതി കല്യാണം തോന്നിയിട്ടുണ്ടോ? ഞാൻ 30 വയസ്സിലെ കെട്ടി, ഞാൻ അതിലും കാലം കഴിഞ്ഞാൽ പെണ്ണ് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു ട്രെൻഡ് അല്ലേ, 30 വയസ്സ് അല്ല ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നത്. മാട്രിമോണിയിൽ മീൻസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കല്യാണം കഴിക്കാൻ നിൽപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞോളാം അറിയാം, ഇത്ര ഏജ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല, അങ്ങനെ ഒരു ഉണ്ട്, ഇപ്പോഴും ഉണ്ടത്. ഞാൻ വിചാരിച്ചത് ഇല്ലെന്നുള്ള. പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ എപ്പോഴും അത്ര ഏജ് കഴിഞ്ഞവരെ വേണ്ട അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒക്കെ മാറും. പക്ഷേ കണ്ടു ഇതിപ്പോ നമ്മളൊരു മിഡ് സ്റ്റേജിലാണ് ഒരു മാറ്റത്തിന്റെ ഇങ്ങനത്തെ കാര്യത്തിലും ഒക്കെ. അതൊക്കെ കല്യാണം കഴിക്കില്ല. ഞാൻ എന്നോട് അങ്ങനെയല്ലേ പറയണേ, കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, എന്തിനാ കല്യാണം കഴിക്കണേ? ഇവിടെ റീസെന്റ് സ്റ്റഡിയില് ഇപ്പൊ കല്യാണം വേണ്ട അല്ലെ കുട്ടികൾ അങ്ങനെയൊക്കെ കുറെ സ്റ്റഡീസ് നടക്കുന്നതിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം നമ്മൾ പ്ലാൻ ചെയ്യണ പോലെയല്ല ഒന്നും നടക്കുക. എന്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു പറഞ്ഞോ, ഫുൾ ബിസിനസ് എന്തൊക്കെ ചെയ്യാനാണ് എന്റെ പ്ലാനിങ്ങില് 26 വയസ്സാകുമ്പോ കല്യാണം, 28 വയസ്സാകുമ്പോ കുട്ടി, ഫുള്ള് സെറ്റ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായത് നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ അല്ല ഒന്ന് നടക്കണത്. കല്യാണം കഴിച്ചൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നോ? ഒട്ടും പ്ലാൻ ഇല്ലാത്ത ഒരാളാ. എന്റെ അടുത്ത് ഇടയ്ക്ക് നമ്മളൊന്നും പ്ലാൻ, ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത അങ്ങനെ പ്ലാൻ അല്ല, ഒരു ഇച്ചിരി ബേസിക് പ്ലാൻ. എനിക്ക് മനസ്സിലായി. എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ഒരു അടുത്ത് ഒരു വർഷമെങ്കിലായിട്ടാണ് എനിക്ക് കല്യാണം കഴിഞ്ഞെന്ന് ഞാനൊന്ന് അക്സെപ്റ്റ് ചെയ്ത് വരുന്നത്. എനിക്ക് പക്ഷെ അങ്ങനെ വലിയ കല്യാണം കഴിഞ്ഞെന്നുള്ള തോന്നലോ അങ്ങനൊന്നും ഭയങ്കരമായിട്ടൊന്നും ഇല്ല.
വെച്ചാൽ നമുക്ക് ഇങ്ങനെ വേറൊരാളടുത്ത് വന്ന് എനിക്ക് കുറച്ചങ്ങനെ അതൊക്കെ നമ്മളെല്ലാരും അറിയില്ലേ എന്താ രണ്ടുപേര് കൂടി കല്യാണം കഴിയുമ്പോഴേക്ക് രണ്ടുപേരും കൂടിയാണ് എല്ലാം ചെയ്യണത്. അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും, വീട്ടുകളൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്. പക്ഷെ നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച് കിടന്നുറങ്ങാണ്. ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ എങ്ങനെയാ കാണാം, ഇങ്ങനെ വരുന്നു, കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, ലൈറ്റ് ഓഫ് ആവുന്നു. അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും ആരും കാണിച്ചു തരൂല. അതൊക്കെ അയ്യ അങ്ങനത്തെ അല്ല, അങ്ങനെയല്ല. രണ്ടുപേരും ഉറങ്ങുമ്പോഴേക്കും ഉറങ്ങണ രീതികള് ഒരാൾ കൂർക്കം വലിച്ച മറ്റേ പ്രശ്നം അല്ല, തിരിഞ്ഞു കിടക്കുക അല്ലേ, തണുപ്പ്, AC പ്രശ്നം, ഒരാൾക്ക് തണുപ്പ്, ചിലപ്പോ ഒരാൾക്ക് അതൊക്കെ ശരിയാ. കിടക്കണ രീതി പ്രശ്നം. ഞങ്ങൾ കിടക്കണ വൻ കോമഡി. അന്നക്കുട്ടി ഒരു മൂലയില്, ഞാൻ അന്നക്കുട്ടിയുടെ എന്നെ ചവിട്ടി ബെഡിൽ പിന്നെ ഒരു മുക്കാ ഭാഗം ഒഴിവുണ്ട്, പക്ഷെ എന്നാലും എന്നെ ഇങ്ങനെ ചവിട്ടി അങ്ങനെ താഴെ ഇടുന്ന രീതിയിൽ കിടക്കണം. ഞാനൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ വഴക്കിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ ഇരുന്ന് കഴിഞ്ഞ് ചിലപ്പോ എനിക്ക് തോന്നും, ചിലപ്പോ നമ്മള് എലോണായിട്ടിരിക്കുന്നത് നല്ലതാ. എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ അപ്പുറത്തെ റൂമിൽ ഞാൻ പോയിരിക്കാറുണ്ടല്ലോ. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ മനസ്സിലാവൂലേ, ഞാൻ അവിടെ പോയിരിക്കുമ്പോ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ 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 വരാറുണ്ടല്ലോ. ചുമ്മാതെ വഴക്കിട്ടിരിക്കുകയാണോ ചോദിച്ചിട്ട് വരാറുണ്ടല്ലോ. ഭയങ്കര ദേഷ്യക്കാരി കേട്ടോ, വലിയ ദേഷ്യം. ഈ പോഡ്കാസ്റ്റ് ഉണ്ടായ ആൾക്കാർ ഞാൻ ഭയങ്കര ദുഷ്ടത്തിയാണ് എന്നെ കുട്ടി അറിയട്ടെ മനുഷ്യ ഈ സാധനമൊക്കെ എടുത്ത് അടിയാവുമെന്ന് എനിക്ക് തോന്നണത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഞാൻ അതുകൊണ്ട് വേറെ റൂമിൽ സ്പേസ് മീൻസ് ഒറ്റയ്ക്ക് ഇരിക്കാനാണെങ്കിൽ ആൾക്കാർ അങ്ങനെ നമ്മളൊരു സ്പേസ് കൊടുക്കുക. പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ ഒരുപാട് കമ്പൽ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല ഒരു കാര്യത്തിലും. പിന്നെ അങ്ങോട്ടാണെങ്കിലും എന്നെയും മീൻസ് ഇങ്ങനെ കമ്പൽ ചെയ്യുന്നത് അതെനിക്ക് ഇഷ്ടമല്ല. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവും, അത് നമ്മൾ മാക്സിമം അക്സെപ്റ്റ് ചെയ്യുക. അവർ മീൻസ് നമ്മളെ ഭയങ്കരമായി ബാധിക്കുന്നില്ലെങ്കിൽ പറയണം. അതുകൊണ്ട് കേട്ടോ, എനിക്ക് മൂഡ് വന്നാലേ എനിക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. എന്നോട് ഇന്നലെ പറഞ്ഞു നമുക്ക് ഇന്ന് പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാം. ഇത് ഒരു വർഷം മുമ്പേ തുടങ്ങിയതാണേ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ. ഫാക്റ്റാണ് കേട്ടോ, പക്ഷെ ആ സമയം മൂടും. പിന്നെ ഈ പറഞ്ഞ എനിക്കൊരു 9 to 5 വർക്കിംഗ് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് കേട്ടോ. നൈറ്റ് ആണോ ഡേ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണോ? എങ്ങനെയാണ്? എനിക്കെന്ന് പറഞ്ഞാൽ ലേറ്റ് ആയി എണീക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് കുറച്ച് രാവിലെ അങ്ങോട്ട് എണീക്കണം. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ എണീക്കണില്ല എന്നും പറഞ്ഞ എന്നെ ചീത്ത വിളി. അതെ കണ്ട, പക്ഷെ ഇപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഇത് എന്തായാലും ഇപ്പഴും എണീക്കൂ. എന്നാലും പറയൂ എപ്പോഴും നേരത്തെ എണീക്കണില്ല, എക്സസൈസ് ചെയ്യണില്ല. എക്സസൈസ് ഒക്കെ ചെയ്യണം, അത് ബേസിക് മനുഷ്യന് വേണ്ട കാര്യങ്ങളല്ലേ, അതൊക്കെ ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താ എക്സസൈസ് ചെയ്യണോ? മുമ്പേ തന്നെ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് എഴുന്നേക്കണത് കറക്റ്റ് ചോദിക്കണം. ഇവര് ചിലപ്പോ കല്യാണത്തിന് മുമ്പ് പറയും ഒരു കുഴപ്പമില്ല, നിങ്ങൾ എപ്പോഴെങ്കിലും എണീറ്റാൽ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ, ഞാൻ പറഞ്ഞിട്ടാ ഒരു മനുഷ്യനെന്നൊക്കെ പറയാം എപ്പോഴും എന്റെ 10 മണിക്കൊക്കെ എണീക്കണ്ട. ഞാൻ പറഞ്ഞോളൂ, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, ഓർക്കൂല. പിന്നെ ചിലപ്പോ കല്യാണത്തിന് മുമ്പ് പറയും എനിക്ക് സംസാരിക്കാൻ വിഷയങ്ങളില്ലാതെ ഇരിക്കില്ല, നമ്മളെപ്പോഴും നല്ലോണം സംസാരിക്കും എന്നൊക്കെ പറയും. വീടരുത്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചിലപ്പോഴൊക്കെ വിഷയങ്ങളില്ലാതിരിക്കാം. കാറിലൊക്കെ പോവാണെങ്കിലോ നമ്മളൊന്നും സംസാരിക്കാതെ പോവാം. അതുമൊക്കെ നോർമലൈസ് ചെയ്യാം അല്ലേ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ സമാധാനിക്കാം. പിന്നെ കാറിൽ പോകുമ്പോഴുള്ള മെയിൻ ഐഡിയ എവിടെയെങ്കിലും വളവ് തിരിക്കാൻ അർജന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു സംശയം വരും, ഏറ്റവും അത്യാവശ്യമായിട്ട്. ഇതിപ്പോ പോഡ്കാസ്റ്റ് ആണ് അതോ നമ്മൾ അങ്ങോട്ട് കുറ്റം പറയണതാണ്? കുറ്റം പറച്ചിലായിക്കോട്ടെ. മുന്നത്തെ Q&A ഒന്നും നെഗറ്റീവ്സ് ചോദിക്കുമ്പോൾ നെഗറ്റീവ്സ് ഒക്കെ പറയാറുള്ളൂ. ഇതിപ്പോ വിശദമായിട്ട് 2 മണിക്കൂർ കിടക്കല്ലേ പോഡ്കാസ്റ്റ് അല്ലേ, വിശദമായിട്ട് എനിക്ക് പറയാൻ അവസരം കിട്ടും. പക്ഷെ ഇത് കട്ട് ചെയ്യും കേട്ടോ, എഡിറ്റ് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഇരിക്കണത്, ഇതൊക്കെ കട്ട് ചെയ്ത് കളയും. ഓക്കെ, വിഷയത്തിന് പറയാം ഇത് കള. എന്നിട്ട് എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മാക്സിമം ഇപ്പൊ ഫാമിലി ലൈഫിലാണെങ്കിലും ഇപ്പൊ നമ്മുടെ ചെലവുകൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ രണ്ടുപേർക്കും ജോബൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ? ജോബ് ഉണ്ടെങ്കിൽ നല്ലതാണ്. രണ്ടുപേരും പിന്നെ ഏൺ ചെയ്യുന്നത് നല്ലതാണ്. കാരണം മിക്കയിടത്തും ഇപ്പം നമുക്ക് അറിയുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം ലേഡീസിൻ്റെ കാര്യമാണെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കണം. ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ചോദിക്കാൻ മടിയായിരിക്കും. അല്ലെ ചോദിച്ചാൽ ഹസ്ബൻഡ് പറയും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു ചൊറിച്ചിലുണ്ടാവുമല്ലോ, അടിയിടുമ്പോൾ ഞാനല്ലേ അധ്വാനിക്കുന്നത് അങ്ങനെ. അപ്പോൾ രണ്ടുപേരും ജോബ് ഉണ്ടെങ്കിൽ നല്ലതാണ്, അങ്ങനെ കല്യാണം കഴിക്കുക. പിന്നെ മറ്റേ കൂടുതലും പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോഴുള്ള ആൾക്കാർ പ്രേമിക്കുമ്പോൾ കൂടുതൽ ഫോൺ വിളിയൊക്കെ അല്ലേ ഉള്ളൂ. ഒരുമിച്ച് താമസിക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പ്രേമിച്ചൊക്കെ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ ഫോണിൽ കൂടെ സംസാരവും അന്നേരം നമുക്ക് ഇഷ്ടമുള്ളപ്പം വിളിച്ചാൽ മതി. പക്ഷെ ഇത് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴും ഇഷ്ടമില്ലാത്തപ്പോഴും ഇല്ലാത്തപ്പോഴും ഇവർ കൂടെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ആലോചിക്കണം.
മറ്റേ നമ്മൾ അങ്ങനെ ഫോണാണെ കട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ഇനിയുള്ള കാലത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും ലിവിങ് ടുഗദർ ഒക്കെ ആയിരിക്കും അല്ലേ. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും തന്നെ നേരത്തെ ബാംഗ്ലൂരൊക്കെ ട്രെൻഡ് ആയിരുന്നു, ഇപ്പം ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ. നല്ലതല്ലേ ലിവിങ് ടുഗദർ? നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് അവര് എങ്ങനെ റിലേഷനെ കീപ്പ് ചെയ്യുന്നുള്ള അനുസരിച്ചിരിക്കും. നമ്മൾ സിനിമയിലെ കോക്കെ കൺമണിയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ നെഗറ്റീവായിട്ട് തോന്നുന്നത് ലിവിങ് ടുഗദറിൽ? നെഗറ്റീവായിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് അറ്റാച്ച്മെന്റ് വന്നു ഒരാൾക്ക് അറ്റാച്ച്മെന്റ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? മീൻസ് അവർക്ക് ഒരാൾക്ക് മാരേജിലേക്ക് പോകണം എന്നുള്ള ചിന്തയാണെന്ന് വെക്കുക, മറ്റേ പാർട്ട്ണറിന് അത് വേണ്ടെന്നാണെങ്കിലോ അതൊരു ഇതാവില്ലേ? കുറച്ച് കല്യാണം കഴിക്കണ്ടെന്നോ കൂടെ താമസിക്കണ്ടെന്നോ? കൂടെ താമസിക്കാത്തല്ല, കുറെ പേര് മാരേജിലേക്ക് പോകുമല്ലോ ലിവിങ് ടുഗദറുകാർ. കുറച്ച് ലോങ് ടൈം കഴിയുമ്പോൾ ചിലപ്പോൾ ഓക്കെ ഇയാളെ കല്യാണം വെച്ചാൽ പുറം നാട്ടിലൊക്കെ എങ്ങനെയാണല്ലോ, അവർ ഒരുമിച്ച് ഡേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്ത് നോക്കുന്നു, എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഓക്കെ ആണ് കല്യാണം കഴിക്കും. അങ്ങനെ ഒരാൾക്ക് ഓക്കെ അല്ല ഒരാൾക്ക് ഓക്കെ ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അയാൾക്ക് ഒരു ബാഡ് ഫീലിംഗ് വരില്ലേ? ഫീലിംഗ് വരും. പക്ഷെ എന്നാലും ഓക്കെ ആണെന്നുള്ള ആൾക്ക് മറ്റേയാൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് കാര്യമുണ്ടോ? ഇഷ്ടം എന്നൊക്കെ പറയുന്ന ഒരു ഇമോഷൻ വരും നമുക്ക്. ഒരാൾക്ക് എപ്പോഴാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനല്ലേ, നമുക്ക് നമ്മുടെ കൺട്രോളല്ലല്ലോ ചില സമയങ്ങളിലൊന്നും നമ്മളെ കൺട്രോളിലായിരിക്കണമെന്നില്ല, അങ്ങനെ എനിക്ക് തോന്നിയോ. അപ്പം അയാൾക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ട്, മറ്റേ ഇതൊരു ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ ആണെങ്കിൽ അത് പ്രശ്നമാവാം. പിന്നെ അങ്ങനെ കുറെ പോസിറ്റീവ്സ് അല്ലേ ഉള്ളത്. അങ്ങനെയാണെന്നുള്ളതൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അറിയുന്ന പല കാര്യങ്ങളും കല്യാണത്തിന് മുൻപേ അറിയുകയാണെങ്കിൽ നല്ലത് ആ രീതി ചിന്തിക്കുമ്പോ. പക്ഷെ എന്നാ പോലും ഒക്കെ കുറെ കഴിയുമ്പോ എനിക്ക് തോന്നുന്നു അല്ല അത് മറ്റേ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും എങ്ങനെ ഇപ്പൊ സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും രണ്ട് രീതിയിൽ ലവ് ചെയ്യും എന്നുള്ളതല്ലേ പറയുന്നത്. ഇപ്പം സെക്സിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിലും പുരുഷന്മാർക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും, പെട്ടെന്ന് അവർക്ക് അത് പെട്ടെന്ന് വേണം അല്ല അങ്ങനെയുള്ള. സ്ത്രീകൾ ചിലപ്പോൾ കുറച്ചുകൂടി ഇമോഷൻ ബേസ്ഡിലായിരിക്കും പോവുക. അപ്പം ചിലവർ ആ ഒരു നീഡ് ആണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പോവില്ലേ റിലേഷൻ, ഉണ്ടാവില്ലേ, അത് ഒരു യൂസിങ് ഇതായി പോവും. അങ്ങനെയല്ല, അങ്ങനെ ഒരുപാടത്തുണ്ട്, നമ്മളങ്ങനെ കഥകൾ കേൾക്കാമല്ലോ. കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ വഴിക്ക് പോവും. രണ്ടുപേർക്കും ആ ഒരു മൈൻഡ് സെറ്റാണ് അടിപൊളിയാണ്. ഓക്കെ ഇങ്ങനെ വന്നു, ഓക്കെ ഇതാണ്, രണ്ടുപേരും സെറ്റായിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഇല്ലെങ്കിൽ ഇതിൽ ഒരാൾക്കൊരു ഇത് വരുമ്പോഴാണ് അതിനകത്തൊരു പ്രശ്നം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കണക്കിന് ചിന്തിക്കുമ്പോൾ നല്ലതാണ്, രണ്ടുപേരും നല്ല ഹെൽത്തി വേല്. എനിക്ക് തോന്നിയ ഇതിങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഹെൽത്തി വേയിൽ പോവാണെങ്കിൽ രണ്ടുപേർക്കും മനസ്സിലാക്കാൻ പറ്റും കുറച്ചും കൂടെ എന്തൊക്കെയാണ് ഇഷ്ടങ്ങള് എന്നൊക്കെ ഉള്ളത്, നമ്മളുടെ രുചികൾ ടേസ്റ്റുകളും ഒക്കെ അറിയാം. ശരിക്കും ഫുഡ് ടേസ്റ്റുകളും ഒക്കെ അറിയാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ ഇപ്പൊ എൻകുട്ടിക്ക് സ്പൈസ് കുറവുള്ള ഫുഡുകളല്ലേ കൂടുതൽ ഇഷ്ടം. എന്നിട്ട് എനക്കാണല്ലോ ഇപ്പൊ കൂടുതൽ എരിയുന്നത്. അതാണ് നമ്മളുടെ മാറുന്നത് എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായത്. ഞാനിപ്പോ കുറച്ച് കഴിയുമ്പോ ഇപ്പൊ ഉണ്ണിയുടെ കുറെ സ്വഭാവങ്ങൾ എനിക്കും അല്ലേ സ്വഭാവങ്ങള് ഞങ്ങള് ടോട്ടൽ ചിന്തിക്കുന്നത് ഒരേപോലെ. ചില സമയത്ത് രണ്ടുപേരും ഒരേ കാര്യം പറയും. ഉണ്ണി എപ്പോഴും എന്നോട് പറയായിരുന്നു, നമ്മൾ ഒരാളെ കൂടെ ജീവിക്കുമ്പോൾ അയാളുടെ കുറെ കാര്യങ്ങൾ, പക്ഷെ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇടയ്ക്ക് അല്ല ഒരാളുടെ പോലെ തോട്ട്സ് മാത്രല്ല ഷേപ്പ് ഒരേപോലെ വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ താടി പഠിച്ചു നോക്കാം, അപ്പം നിങ്ങൾ പറയുന്നത് ഈ ഇടയിട്ടാണ് എന്നെ കുട്ടി അത് വിശ്വസിച്ചു തുടങ്ങിയത് അല്ലേ. കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ സിമിലാരിറ്റീസ് വരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് എവിടെ ഡൽഹി പോയപ്പോ കാറിലിരുന്ന് പറഞ്ഞില്ലേ എന്നെ കുട്ടി, ഞാൻ ഇപ്പൊ ഇതാ പറയാമത് എന്നിങ്ങനെ. നമ്മള് ചില സമയത്ത് അങ്ങനെ വരും കേട്ടോ. അത് ചിലപ്പോ ആളുടെ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ, ഇപ്പൊ ഞങ്ങളുടെ രണ്ടൊരു ആശയം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കാര്യത്തേക്ക് ഒന്ന് മിങ്കിളാവും. കാരണം ഞാൻ ഭയങ്കര സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. ഉണ്ണിയാണ് സയന്റിഫിക് അല്ലാതെ ഇങ്ങനെ യൂണിവേഴ്സ് മറ്റേ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ചെറിയ തൊട്ടുകളൊക്കെ ഉണ്ട്, നേരത്തെ ഇല്ലായിരുന്നു. എല്ലാ സത്യങ്ങളും പറയാനുള്ളതാണ് ഈ പോഡ്കാസ്റ്റ്. അതാണ് ഇപ്പൊ ഏകദേശം ചെറിയ തോട്ട്സ് ഒക്കെ നമുക്ക് സിമിലർ ആയിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കണത് പറയുമ്പോഴൊക്കെ ഒരേപോലെയൊക്കെ പറയുന്നത് പോലെ ഉണ്ട്. പിന്നെ എന്നെ കുട്ടി ഇപ്പൊ എന്നെ പോലെ ഇച്ചിരി ഇൻട്രോവേർട്ട് ആയിക്കൊണ്ടിരിക്കുക. എന്നെ ഇൻട്രോവേർട്ട് ആക്കി എടുത്തു. ഞാൻ എന്തൊരു എക്സ്ട്രാ ഇപ്പൊ എനിക്ക് എവിടെ പോകണം എനിക്ക് ഇഷ്ടമല്ല. മറ്റേ എനിക്ക് കറങ്ങി നടക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. എന്നെ തുറങ്കലിലടച്ചു. അല്ല മെയിനായിട്ട് ഒറ്റയ്ക്ക് വെക്കോളാൻ പറയും. അപ്പൊ ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു കമ്പാനിയൻ അങ്ങനെ ഇന്ന് ചാവടിക്കല്ലേ, എന്നിട്ട് ചാവടിച്ചിട്ട് പിന്നെ വന്ന് ഇത് ഷൂട്ട് ചെയ്യണം. അപ്പൊ നട്ടപ്പാരെ എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണോ. അപ്പോ അല്ലാതെ പൊതുവെ ഒറ്റയ്ക്ക് പോകുമ്പോൾ പിന്നെ മടിയാവും എനിക്ക്. അതുകൊണ്ട് നേരത്തെ നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരോടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളിങ്ങനെ കറങ്ങി നടക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. അല്ല നമ്മളിപ്പോൾ എനിക്ക് ബൈക്ക് റൈഡ് പോവാ, ഉണ്ണിക്ക് ബൈക്ക് ഇഷ്ടമല്ല, അങ്ങനെയുള്ള അങ്ങനത്തെ ആളാ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ബൈക്ക് റൈഡും ഇല്ല,
അങ്ങനെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നോട് ഞാൻ കല്യാണത്തിന് മുമ്പേ ഞാൻ പറഞ്ഞത് ബൈക്ക് റൈഡ് ഇഷ്ടമല്ലെന്നോ? ഞാൻ ഇൻട്രോവേർട്ട് ആള്. എനിക്ക് ഇതെങ്ങനെയാ കല്യാണം കഴിക്കുമ്പോൾ യാത്രകളൊക്കെ ഇഷ്ടമാണ്, വീട്ടിൽ നിന്ന് ആരും കൊണ്ടുപോകാനില്ല എന്നൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ആരും കൊണ്ടുപോകല്ല, നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, അവിടെ പോ ഇവിടെ പോ. യാത്ര ചെയ്യുന്നേരം അങ്ങ് തലവേദനയാണ്, ഛർദിലുണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞു. സത്യമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുപോകത്തോണ്ടാന്ന്. എപ്പോഴല്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് വെളിയിൽ പോണത് ഇഷ്ടമല്ലെന്ന്. അതാണ്, വെളിയിൽ പോകുന്ന ഇഷ്ടമല്ല, ആള് കൂടുന്ന സ്ഥലങ്ങൾ ഇഷ്ടമല്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആള് കൂടുമ്പോ എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കാണ് ഒരുമിച്ച് പോകാനാ ഇഷ്ടം, പക്ഷെ താല്പര്യമില്ലാത്തോണ്ട് പിന്നെ ഞാൻ അധികം നിർബന്ധിക്കത്തൊന്നുമില്ല. എവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് കഥയൊക്കെ പറഞ്ഞ് ഡ്രൈവ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്ത് കഥയൊക്കെ പറഞ്ഞാണ് ഡ്രൈവ് ചെയ്യണത്? റോഡിൽ ആൾക്കാരൊക്കെ തെറി വിളിക്കുക. അന്നക്കുട്ടിയുടെ കൂടെ വണ്ടി കയറുമ്പോ അവൻ എവിടെ നോക്കിയാണ് അവൻ പോണ കണ്ടില്ല, എന്നിട്ട് പറയും ഈ ഗവൺമെന്റ് ശരിയല്ല, ഈ ഗവൺമെന്റ് ശരിയല്ല, ഇവിടെ നാട് വിട്ട് പോണോന്നാണ് പിന്നെ ഫുള്ള് പറയാ. എന്നിട്ട് ഇവിടെ സർക്കാരിനെ കേരളത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇരിക്കുന്നത്. കണ്ട് ഇത് ഇട്ടിയാവുന്നിട്ടിരിക്കുന്നോ. ഞങ്ങൾ വണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അന്നക്കുട്ടി കൈ പിടിക്കാം, നമുക്ക് റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കും. നോക്കണ്ടേ അതാണ് ഇങ്ങനെ ഒന്ന് ഞാൻ ഇങ്ങനെ നമ്മുടെ ഭാവി കാര്യങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും അപ്പ എന്ന് റോട്ടിലുള്ള ആൾക്കാരെ ചീത്തവിളി തുടങ്ങും. റോഡ് ശരിയല്ല, റോട്ടിൽ കുഴി ശരിയല്ല, കുഴി ഇതല്ല എന്നും പറഞ്ഞാൽ അമ്പിയില്ലേ നമ്മുടെ അന്യനിൽ അമ്പി ഉണരും. അപ്പൊ എന്നിട്ട് ഫുൾ അവിടെ വരെ ഇരുന്ന് ചീത്ത വിളിച്ചോണ്ടിരിക്കും ഇങ്ങനെ ആൾക്കാരെ. ഞാൻ ചീത്ത വിളിക്കുന്ന ഞാൻ വണ്ടിയിലെ ക്യാമറ ഉണ്ട്, റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ വീഡിയോ ഇടുന്നുണ്ട്. എനിക്കത് ഇടണം, എന്നെ കുട്ടിയുടെ എനിക്കത് ഇടണം. മൊത്തം ആൾക്കാർ റൂൾസ് വയലേറ്റ് ചെയ്യല്ലേ. അവൻ ഇപ്പുറം വഴി കയറിപ്പോയി, അവൻ അപ്പുറം എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്താൽ പറഞ്ഞാൽ മതി, അവരാരും പഠിപ്പിക്കണില്ലാത്തോണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ ഇതിന്റെ ഇടയിൽ എന്ത് പറയാനാ, ഇതിനെപ്പറ്റി വിവരമല്ലാണ്ടൊന്നും പറയാനില്ല. കണ്ടാ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ ഡ്രൈവിംഗ് പഠിച്ച ഏകദേശം ഇതേ രീതിയിലായിരിക്കും വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോഴേക്കും നിങ്ങളുടെ വൈബ് ഉള്ളവരെ നോക്കി കല്യാണം കഴിക്കുന്നത്. ഓവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്. റിയാലിറ്റിയാണ് പറഞ്ഞായിരുന്നല്ലോ, എല്ലാവരും പറയുന്ന ഷുഗർ കോട്ട് ചെയ്തൊന്നുമില്ല. റിയാലിറ്റി നിങ്ങളിത് കണ്ടിട്ട് വേണം കെട്ടണോ വേണ്ട എന്നുള്ള തീരുമാനം മാറ്റും. എന്റെ അഭിപ്രായം നിങ്ങൾ കല്യാണം കഴിക്കരുതെന്നാണ്, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയൊന്നുമല്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവരൊരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ കല്യാണം കഴിക്കുക, വെറുതെ പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കാനായിട്ട്. അല്ലേ തന്നെ ആരും കെട്ടുന്നില്ലെന്നൊക്കെ പറയുന്നത്. ജനസംഖ്യ മറ്റേ കുറഞ്ഞു, ചൈനയിൽ മറ്റേ അവിടെ എവിടെയൊക്കെ കണ്ടില്ലേ, ആള് കുറഞ്ഞ അവസാനം വൃദ്ധന്മാര് മാത്രമാവും കേട്ടാ. അപ്പൊ അങ്ങനെ ഇനി പോസിറ്റീവ്സ് പറയാം കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഇത്ര ഇത് നെഗറ്റീവ് ആയിരുന്നു, ഇനി പറയാൻ കിടക്കണേ ഉള്ളു. അപ്പോഴാ പോസിറ്റീവ്സ് എന്താ? പോസിറ്റീവ്സ് നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ നമ്മൾ ഭയങ്കര ടയേർഡായിട്ടൊക്കെ ഇരിക്കില്ലേ, അപ്പൊ ചിലപ്പോൾ നമുക്കിങ്ങനെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും. ചിലപ്പം എനിക്ക് മൊത്തം പോരെ, അങ്ങനെ പോരെയല്ല, എന്റെ കുട്ടിക്ക് തോന്നാറില്ലേ? അല്ലേ, അത് നല്ല ഇപ്പൊ ഒരുമിച്ചിരിക്കുക, നമ്മളെ തോട്ട്സ് ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല പിന്നെ ഇതായിട്ട് തോന്നും. പിന്നെ എന്താ പറയാ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നല്ല മൊമെന്റുകളല്ലേ എന്ന് വെച്ചാ, അല്ല ഒരുപാട് നല്ല മൊമെന്റ്സും ഉണ്ട് നമ്മളിങ്ങനെ പോകുമ്പോ, അങ്ങനെ അതൊക്കെ ഒരുപാട് നല്ല ഒരു പീസ്ഫുൾ ആയിട്ട് തോന്നില്ലേ? എനിക്ക് ചിലപ്പോ പീസ്ഫുൾ ആയിട്ടൊക്കെ തോന്നാറുണ്ട്. എനിക്ക് പീസ്ഫുൾ ആയിട്ട് തോന്നാറില്ല എന്നോട് സംസാരിക്കും. പിന്നെ നമ്മൾ സപ്പോർട്ടാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുമ്പോ നമ്മളെ ഒന്ന് പുഷ് ചെയ്ത് പൊക്കാനും അങ്ങനെ അതൊക്കെ നല്ലതായിട്ട് തോന്നുന്നത്. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ടല്ലേ, ഞങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരാൾ മിക്കപ്പോ ഞങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയോ, ആരെങ്കിലും ഒരാൾ ഡൗൺ ആയിരിക്കും, ഒരാൾ ഡൗൺ ആയാൽ മറ്റേ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, വാരി വിതറും. അതാണ് അന്നുകുട്ടി ഇങ്ങനെ നല്ല മൂടൊക്കെ ഇട്ടിരിക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ ഡൽക്കോന്ന് പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ എന്നെ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ പറയും. അത് നല്ല പ്ലസ് പോയിന്റ്. നമുക്ക് കല്യാണത്തിന് മുമ്പ് ചിലപ്പോ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോ നല്ല സപ്പോർട്ട് കിട്ടുമായിരിക്കും അല്ലേ. എന്നാലും ചില വിഷയങ്ങളൊക്കെ പറയാൻ പറ്റാത്തൊക്കെ ഉണ്ടാവില്ലേ, എന്നുവെച്ചാൽ ഫ്രണ്ട്സിനോട് പറയണേക്കാളും കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പാർട്ട്നേഴ്സിനോട് പറയാൻ പറ്റുമോ? ഡിപ്പെൻഡ്സ് ഓൺ ഫ്രണ്ട്ഷിപ്പിന്റെ ലെവൽ അനുസരിച്ചിട്ടാണ്. വൈഫ് പാർട്ട്ണറിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റും. പാർട്ട്ണറിന്റെ കുറ്റമായിരിക്കും. അല്ല, വേറെ എന്തൊക്കെ കാര്യം പറയാൻ പറ്റും. പറയാ, ചെക്കന്മാർ കൂടുമ്പം എന്തൊക്കെ സംഭവങ്ങൾ പറയാൻ പറ്റും, വായി നോക്കുന്ന കാര്യം. പക്ഷെ അതൊക്കെ ഞാൻ ഇവിടെ പറയാറുണ്ട് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാമല്ലോ, അങ്ങനത്തെ ടോക്സുകൾ. അങ്ങനെ ചെക്കന്മാർ തമ്മിൽ പറയാം, പെൺപിള്ളേരും അങ്ങനത്തെ ടോക്സ് ഒക്കെ പറയത്തില്ലേ തമ്മിൽ. എനിക്ക് തോന്നുന്നു അവർക്ക് മാത്രം പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. പാർട്ട്ണറിനോടും എല്ലാവരും അങ്ങനെ എല്ലാം ഷെയർ ചെയ്യുന്നുള്ളതുണ്ടോന്നൊക്കെയാണ് ഇവിടെ. ചിലവരൊക്കെ ഭയങ്കര പാർട്ട്ണർ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ, ഇപ്പൊ പറഞ്ഞെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഫ്രണ്ട്സ് ആയിട്ടിരുന്നവർക്കാണെങ്കിൽ എനിക്കൊന്നും വലിയ കുഴപ്പമില്ല. റെഡ് ഫ്ലാഗ് ഇപ്പൊ അങ്ങനെ എല്ലാരും പറയില്ല, റെഡ് ഫ്ലാഗ്
എന്റെ കുട്ടിക്ക് അതൊക്കെ കേൾക്കണ ഇഷ്ടമല്ല. റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് പറയണ ഇഷ്ടമല്ല. കോമഡി എന്താണ് ബോഡി ഷെയ്മിങ് എന്താണ് നേരത്തെ അങ്ങോട്ട് പറഞ്ഞല്ലോ എന്തോ പറയാൻ പറ്റില്ല എന്ന്, സിനിമയെ പറ്റി എന്താണ് പറയാൻ പറ്റില്ല. ചില തമാശകൾ പണ്ടത്തെ എല്ലാവരും ഇപ്പം പ്രോഗ്രസീവ് തോട്ട്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് പഴയ സിനിമയിലെ കോമഡികളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചർച്ചയൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് ആലോചിച്ച് സംസാരിക്കണം. എല്ലാവരും പ്രോഗ്രസീവ് തോട്ടാ. പക്ഷേ ഈ പ്രോഗ്രസീവ് തോട്ട് പറയുന്നവർ ലൈഫിൽ അത് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. നമ്മുടെ സമൂഹത്തിൽ ഇത്രയും അങ്ങനെയൊക്കെ എനിക്കറിഞ്ഞോട്ടെ ചിലപ്പം. പക്ഷെ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ, പ്രോഗ്രസ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ചിലവർ പറച്ചിൽ മാത്രമേ ഉള്ളൂ കൂടുതലും കമന്റ് സെക്ഷനിലൊക്കെ. കാര്യമുണ്ട്, പണ്ടത്തെ സമയമല്ല ഇപ്പോഴത്തെ സമയം, അതുകൊണ്ടിട്ടാണ് അത്രയും ഡിഫറൻസ് വരണേ. ഇപ്പൊ ഈ റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് എന്നൊക്കെ പറയില്ലേ, പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഈ സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കാം. ഇപ്പൊ ഷോൾ ഇടരുത് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെ പണ്ട് ആളുകള് അതാണ് ഫോളോ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഷോൾ ഇടാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലേ തോന്നിയിട്ടുണ്ടോ? പക്ഷെ സമയം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചേഞ്ചസ് ഈ സോഷ്യൽ മീഡിയ വന്നോടെ ഒന്ന് ലോകത്തെ ഏത് കോർണറിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈസിയായിട്ട് ഇൻഫർമേഷൻസും ഒരുപാട് പുതിയ ന്യൂസ് എല്ലാം പെട്ടെന്ന് അറിയും. ഇപ്പം കഴിഞ്ഞ ദിവസം ആരോ പറയണ്ടായിരുന്നു എന്തോ ന്യൂസ് 80s സമയത്താന്ന് തോന്നുന്നു, എന്തായാലും ഒരു ഇപ്പം പെരുമൺ ദുരന്തം നടന്നു 86 ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ ആ ദൂരമുള്ളവരൊക്കെ അറിയാം. പക്ഷെ ഇപ്പം അങ്ങോട്ട് ദുരന്തം 5 മിനിറ്റ് നമ്മൾ അറിയത്തില്ലേ. ഞാൻ ദുരന്തത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ എന്ത് കാര്യം ലോകത്ത് അവിടെ ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ അവിടെ ഇത് കുഴപ്പമില്ല, പിന്നെ നമുക്ക് മാത്രമാണ് കുഴപ്പം. ഇപ്പൊ നമ്മളിവിടെ പലതും തെറ്റാന്ന് പറയുന്ന വേറെ നാട്ടില് കുഴപ്പമില്ലല്ലോ. അപ്പൊ ആൾക്കാർക്ക് അങ്ങനെയുള്ള തോട്ട്സ്, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചും കൂടെ. പിന്നെ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ഈസിലി എല്ലാവർക്കും ഇപ്പോൾ യാത്ര ചെയ്യാം. പണ്ടത്തെ അത്ര ഒരു ടഫ് അല്ല. പണ്ട് എത്ര പേരുണ്ട് ഫ്ലൈറ്റിൽ കയറി പോകുന്ന, വളരെ കുറവായിരിക്കും. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് പ്രോഗ്രസീവ് ആവുന്ന പോലെ. ഈ കൊറോണയ്ക്ക് ശേഷം ഭയങ്കര ഫാസ്റ്റ് ആയി. ഞാൻ പറയില്ല, നമുക്ക് ഈ ഇന്റർനെറ്റിന്റെ ഒരു ഇത് വന്നോടെ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ എസ്പെഷ്യലി കൊറോണയ്ക്ക് ശേഷം എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിനുശേഷം അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കൊക്കെ ഫോണൊക്കെ കിട്ടണത് ഞാൻ ഡിഗ്രിക്ക് ചേരുമ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടണേ. അപ്പൊ ഞാൻ ഇന്നലെ ഒരു കുട്ടീനോട് ഇങ്ങനെ സംസാരിക്കണ്ടായി. അപ്പൊ ആ കുട്ടി 7th പഠിക്കുമ്പോ വീട്ടുകാരെ ഫോൺ മേടിച്ചു കൊടുത്തു. ഇപ്പം മറ്റേ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും ഫോൺ ഉണ്ടല്ലോ. എന്തിനും വീട്ടിൽ കുഞ്ഞു ഹനുവയുടെ ഒക്കെ ഇല്ലേ. ഇപ്പൊ 7th ഒന്നും അല്ല, അതിലും ചെറിയ പിള്ളേരുടെ വരെ ഫോണും. അവർക്ക് അതുകൊണ്ടൊരു കാര്യമുണ്ട്, പിള്ളേർക്കൊക്കെ ഭയങ്കര വിവരമാണ്. പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട്, കാരണം അവർ കാണുന്ന കോണ്ടന്റ്സ് അങ്ങനെയാണല്ലോ. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞു. നമ്മുടെ ചാനൽ അങ്ങനെ കുഞ്ഞു പിള്ളേര് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് ഒരു കൊച്ചു വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എനിക്ക് അത്ഭുതം, ഇത്ര കുഞ്ഞു കൊച്ചിക്ക് വീഡിയോ കാണുന്നുണ്ടോ. ഞാൻ പണ്ടത്തെ അതിൽ നിന്നാണ് ചിന്തിക്കണേ. എനിക്ക് ഡിഗ്രിക്ക് ഫോൺ കിട്ടിയ ലെവലിൽ നിന്നിട്ടാ ഞാൻ ചിന്തിക്കണേ. ഇപ്പൊ പക്ഷെ പിള്ളേരുടെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിലൊക്കെ വലിയ ഫോണായി. അതെ, പിന്നെ എല്ലാ ഫോൺ അവൈലബിളും ആയല്ലോ. ഇപ്പൊ എത്ര വിലയ്ക്കും സ്മാർട്ട് ഫോൺസ് ചെറിയ വില തൊട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആയി. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇൻഫ്ലുവൻസേഴ്സിന് ഇത്രയും ഇതും കിട്ടുന്നത്. ജിയോ വന്നു, എല്ലാരും കാണാൻ ആള് കൂടിയില്ലേ, ഓഡിയൻസ് കൂടി. പ്രായവരും ഇപ്പൊ കാണുന്നുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ എന്നാലും ഒരു 5 വർഷം മുൻപും ഇപ്പോഴും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഇല്ലേ. 5 വർഷം മുമ്പ് ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, അപ്പോഴും അത്രയും നമുക്ക് ഇപ്പോഴുള്ളതിനേക്കാളും എനിക്ക് കൂടുതൽ വ്യൂസ് അപ്പം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അപ്പോഴും അത്ര ആളുകൾ കാണുന്നുണ്ട്. ആളുകളുടെ കയ്യിൽ ഫോൺ ഉണ്ട് എന്നല്ലേ അതിനർത്ഥം. അതുകൊണ്ടല്ലോ അത് ജിയോ ഒന്നറിയല്ലേ ഇത് കൂടുതൽ. അത് 2016 2020 ജിയോ വരുന്നത്. 15 കൊണ്ടാണ് വരുന്നത്. അപ്പോഴാണ് ഏറ്റവും നമുക്ക് ഡേറ്റ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഡേറ്റ എനിക്ക് തോന്നുന്നു ചീപ്പായിട്ടുള്ള. മീൻസ് വേറെ ഒരുപാട് രാജ്യം പറഞ്ഞാൽ ദുബായിലൊക്കെ നമ്മളെക്കാൾ റേറ്റ് കൂടുതലായിട്ടുള്ളതാണ്. അപ്പോൾ അത് ആൾക്കാരുടെ തോട്ട്സിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ പ്രോഗ്രസീവ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലൊക്കെ അല്ലേ. നമ്മള് റെഡ് ഫ്ലാഗിന്റെ കാര്യം പറഞ്ഞു, റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗും. സത്യത്തിൽ എന്തൊക്കെയാ അത്? റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഓവർ പൊസസീവ്, ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് പണ്ടൊക്കെ അത് മറ്റേ സ്നേഹമായിട്ടായിരുന്നു കണ്ടിരുന്നത്. കലിപ്പനായിട്ട്. കലിപ്പന്റെ കാന്താരി. ഇപ്പൊ പക്ഷെ എല്ലാരും എനിക്ക് തോന്നുന്നു കുറെ ഗ്രീൻ ഫ്ലാഗുകളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചില സമയത്ത് എനിക്കിത് ഭയങ്കര എക്സ്ട്രീം ആയിട്ട് തോന്നാറുണ്ട്. ഇപ്പം പിന്നെ അങ്ങ് ഭയങ്കര എന്താ പറയാ, ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന പോലെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കാര്യം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ പറഞ്ഞു ചെയ്തപ്പോ അയ്യോ അങ്ങനെ ആയില്ലേ പ്രശ്നമാണോ, അല്ലെ ഇങ്ങനെ ആയ പ്രശ്നമാണോ, കൂടുതൽ ചിന്തിക്കുന്ന എല്ലാ കാര്യത്തിലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞില്ലേ ഇൻവെസ്റ്റിങ്ങിന് നമ്മുടെ കാര്യം പറഞ്ഞപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്തില്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളത് സോഷ്യൽ മീഡിയ ആണ്. അയ്യോ ഞാൻ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്നില്ല, എനിക്ക് ഭാവി വെൽത്തുണ്ടാ, അങ്ങനെ അങ്ങ് എക്സ്ട്രീം ചിന്തിക്കാനും. അതേപോലെ റിലേഷൻസിന്റെ കാര്യം, ഞാൻ ആ മ്യൂച്വൽ ഫണ്ട്സിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. റിലേഷന്റെ കാര്യത്തിലും അങ്ങനെ ഇത് റെഡ് ഫ്ലാഗ് ആണോ, അപ്പോൾ അങ്ങനെ ഒരാളെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കാൻ തന്നെ പറ്റുമോ? നമ്മളിങ്ങനെയല്ല ഇത് പ്രശ്നമാണോ മറ്റേ പ്രശ്നമാണോ അങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ആ ആളെ ഭയങ്കര ഇതിൻ്റെ ഒരു നല്ല മൊമെന്റ്സും ഉണ്ടല്ലോ, ചീത്ത കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാളായിട്ട് റിലേഷൻ ആവുകയാണെങ്കിൽ അതൊരു
രസമുള്ള രീതിയാണല്ലോ. പിന്നെ എനിക്ക് ആ പഴയ ഇതും എനിക്ക് ഇപ്പം മിസ്സിങ് ആയിട്ടുണ്ടോ, മീൻസ് ആളുകൾക്ക് മിസ്സിങ് ആവുന്നുണ്ട്. ഇപ്പം പണ്ടത്തെ ഇപ്പം നമ്മളെക്കാളൊക്കെ പഴയ ജനറേഷൻ പറയല്ലോ കത്ത് കൊടുക്കുക. ഇപ്പം ഞാനൊന്നും ആർക്കും കത്ത് എൻ്റെ ഓർമ്മയിൽ കൊടുത്തിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം 4ാം ക്ലാസ്സിലും കണ്ട്. പക്ഷെ അങ്ങനെ ലവ് ലെറ്റർ കൊടുക്കുക, വെയിറ്റ് ചെയ്തിരിക്കുക, ഇപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലോ. എനിക്കൊരു ലവ് ലെറ്റർ എഴുതി തരാൻ പറഞ്ഞിട്ട് തന്നോ? അതിന് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്കറിയോ എഴുതാൻ, അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ പഴയ ആൾക്കാർ പറയത്തില്ല അതൊക്കെ ഒരു സുഖമുള്ള പരിപാടിയാണ്. ഇപ്പൊ നമ്മൾ പറയും ഇല്ലേ, പണ്ട് ഇങ്ങനെയായിരുന്നു, ഒരാളുടെ നമ്പറൊക്കെ കിട്ടണമെങ്കിൽ ഫേസ്ബുക്കിലുണ്ടോ എന്ന് തപ്പും. ഇപ്പൊ ഫേസ്ബുക്കിലും പോട്ടെ, ഫേസ്ബുക്കിൽ ആരുമില്ല, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരാ. പക്ഷെ ഞങ്ങളുടെ സമയത്ത് ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മളൊക്കെ സമയത്ത് നമ്മൾ ആ ഒരു ഏജ് അതാണല്ലോ, ടീനേജോ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ നല്ലൊരു കുട്ടി കണ്ടോ ഫേസ്ബുക്കിലുണ്ടോ സെർച്ച് ചെയ്യും. അന്നത്തെ സംഭവം സത്യം പറഞ്ഞ പ്രേമം അതിന്റെ ഒരു കിക്കില്ല, അത് നമുക്ക് തോന്നായിരിക്കും. അത് നമുക്ക് ഓരോ ജനറേഷൻ, ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേർക്ക് കിക്ക് ഉണ്ടാവും അവരുടെ രീതിയിൽ. ഇപ്പൊ നമ്മുടെ പഴയ ആൾക്കാർ പറയുമ്പോൾ എന്ത് കത്ത് കൊടുത്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കും. പക്ഷെ ചില സിനിമ കാണുമ്പോൾ നമുക്ക് രസം തോന്നും ആ വെയിറ്റിങ്. പക്ഷെ അത് വേറെ പ്രശ്നം, ആളെ ഒന്നും അറിയാതായിരിക്കും സ്നേഹിക്കാൻ. ഈ നേരത്തെ പറഞ്ഞ പോലെ അറേഞ്ച് മാരേജ് പോലെ തന്നെ ആയിരിക്കും. വല്ലപ്പോഴും ഒരു കത്ത് കൊടുത്ത് ഇത് കൊടുത്തു കഴിയുമ്പോൾ ആൾ എങ്ങനെയാന്നൊക്കെ എന്തറിയാൻ പറ്റും, എഴുതി വെക്കും. അമ്മ അച്ഛനെ വിളിച്ച് ഇവിടെ ഇരുത്തണം, അമ്മ അച്ഛനും അവര് പ്രണയിച്ച് കല്യാണം കഴിച്ചാണല്ലോ. അപ്പം അവരെ കാണുമ്പോഴാണ് എനിക്ക് പ്രണയ വിവാഹം ഇത്ര ദുരന്തമാണല്ലോ എന്ന്. ഞാൻ അവരെ കണ്ടിട്ടാണ് ഞങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെ വഴക്കിടരുത്. ഞാൻ അതുകൊണ്ട് മാക്സിമം വഴക്കിടാതെ നമ്മളെ വലിയ വഴക്കുകളൊന്നും ഇല്ലല്ലോ. എന്താണ് ആ ഒരു, പിന്നെ ഞാൻ പാവമായതുകൊണ്ട് എന്റെ ഒക്കെ സ്വഭാവത്തിനുണ്ടല്ലോ ഇടിച്ച് വല്ല പറമ്പിലോട്ട് അറിയേണ്ടതാണ്, ഞാൻ പിന്നെ അങ്ങ് സഹിക്കും. അപ്പോ അങ്ങനെ മീൻസ് ഈ പറഞ്ഞാൽ എല്ലാത്തിലും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഏജ് ഒക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു സമയമാണ് അടിപൊളി, കുറച്ചും കൂടെ ഒരു ഫീലിങ്സ്. കാരണം ഇപ്പൊ എല്ലാം പെട്ടെന്ന് കിട്ടുകയാണല്ലോ. അതിപ്പോ ഇത് മാത്രമല്ല, ചില കാര്യങ്ങൾ നമുക്ക് സ്ലോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പതുക്കെ ഓക്കെ അങ്ങനെ പോകുന്നത് ഒരു രസമുള്ളതായിട്ട്. അത് ഞാൻ പറയില്ല, ഡിപ്പെൻസ് ഓരോരുത്തർക്ക് ഓരോ. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ജീവിച്ച് വന്നിട്ട് ഇതിപ്പോ അറിയാത്തവർക്ക് ഇതിന്റെ എന്താന്ന് പെട്ടെന്ന് ഒരു ന്യൂ ജനറേഷൻ പിള്ളേർ എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഓൾവേസ് അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയില്ല, നമ്മുടെ മുന്നേ ഉള്ളവർ കുറ്റം പറഞ്ഞിരുന്നു. കാരണം അവർ പറയുമല്ലോ പണ്ട് ഞങ്ങൾ നടന്നായിരുന്നു പഠിക്കാൻ പോയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും പണ്ടൊക്കെ ഞങ്ങൾ കാർ ഡ്രൈവ് ചെയ്ത്. കാരണം ഇനിയിപ്പോൾ ഡ്രൈവ് ഇല്ലല്ലോ, ഓട്ടോമാറ്റിക് മീൻസ് ഈ പറഞ്ഞ ടെസ്ല പോലത്തെ കാറ് വരികയാണ്. അപ്പോൾ ഡ്രൈവറില്ലാത്ത കാർ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് സുഖം വണ്ടി ഓടിക്കണ്ട, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഞാൻ അല്ല കോഴിക്കോട് പോയിരുന്നു, മറ്റേവിടെ പോയിരുന്നു. അത് പറയും കുറച്ച്. ഞാൻ അതൊരു യൂഷ്വൽ തിങ് ആണ്. ഇപ്പോൾ ഉള്ള പിള്ളേരെ അങ്ങനെ മോശം അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു തോട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഫാസ്റ്റ് ലൈഫാണ് അത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു സ്ലോ ലൈഫ് വരും. കാരണം വെസ്റ്റേൺ കൾച്ചർ ഇപ്പൊ അങ്ങനെ ആയിക്കൊണ്ടിരിക്കാം. സൈക്കിൾ ഒരുപാട് ഇപ്പൊ അവിടെ കണ്ടില്ല പലയിടത്ത്. ഇപ്പൊ അല്ല, നേരത്തെ എനിക്ക് തോന്നുന്നു സൈക്കിൾ ഉപയോഗിച്ചുകൂടാ. പക്ഷെ കൂടുതൽ ആൾക്കാർ സൈക്കിൾ വാങ്ങുന്നു. നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അവിടെ എത്തും. നമ്മൾ അവരൊക്കെ കുറച്ച് സ്ലോ ആണല്ലോ ഇവിടുത്തെ മൂവ്മെന്റ് പൊതുവെ. ഇപ്പം കുറച്ചുകൂടെ ആയി വരും. എന്നാൽ പോലും ഇപ്പൊ യൂട്യൂബിലെ ട്രെൻഡ്സ് ഒക്കെ ഒരു 4-5 years കഴിഞ്ഞാലേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഒരു സ്ലോ ഇഷ്ടപ്പെട്ട് സ്ലോ അങ്ങനത്തെ സ്ഥലത്ത് പോയി ജീവിക്കാനൊക്കെ ആഗ്രഹിക്കും. ഞാനിപ്പോ മാക്സിമം ഉണ്ടല്ലോ ലോങ് വീഡിയോസ് കാണും. ലോങ് വീഡിയോസ് കാണുന്നതും സ്പീഡ് കൂട്ടാണ്ട് കാണാൻ നോക്കും. ഇപ്പൊ എല്ലാവർക്കും ഫാസ്റ്റ് ആയിട്ട്. പക്ഷെ അതല്ല, എനിക്കുണ്ടല്ലോ ഞാൻ എപ്പോഴും ഒരു തവണ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണത് ഇങ്ങനെ എന്നെ കുട്ടിയാണെന്ന് തോന്നുന്നു, അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും എനിക്ക് റിയൽ ലൈഫില് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് സ്പീഡ് കൂട്ടി കാണുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ ബ്രെയിൻ എന്ത് ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്യണേ. അത് നമ്മള് പണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓർമ്മ വരുന്ന വെച്ചാൽ നമ്മൾ ക്രിക്കറ്റ് അങ്ങനെ സാധനമൊക്കെ ടി വിയിലല്ലേ കാണാം. ടി വിയിൽ കാണുമ്പോൾ റീപ്ലേ കാണിക്കുമല്ലോ. അപ്പൊ നമ്മൾ നേരിട്ട് ഗ്രൗണ്ടിൽ ഇപ്പൊ ഞാൻ അങ്ങനെ ചില മാച്ചുകളൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റീപ്ലേ മീൻസ് അങ്ങനെ വലിയ സ്ക്രീനുള്ള വലിയ മത്സരങ്ങളൊന്നും അല്ല, എല്ലാ ലോക്കൽ ടൂർണമെന്റ്സ് ഒക്കെ കാണാൻ പോകും. പക്ഷെ ഇതിന്റെ റീപ്ലേ ഇല്ലേ ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മള് യൂസ്ഡ് ആയി. നമ്മൾ അങ്ങനെ ടി വി കണ്ട് അതിന്റെ റീപ്ലേ കാണിക്കുന്നു, അടിച്ചു കയറ്റുന്നു. അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് റിയൽ ലൈഫിലേ ഇതിന് റീപ്ലേ ഇല്ലേ മറ്റേ അങ്ങനെ ചിന്തിക്കും, പെട്ടെന്നൊരു തോട്ട് വരും. അതേപോലെ ബ്രെയിൻ അങ്ങനെ മാറിയിട്ടുള്ളതുകൊണ്ടിട്ടാണ് അത് എനിക്കിങ്ങനെ റിയൽ ലൈഫിൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണുന്നത്. അല്ല അതിപ്പം ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ആർക്കും ഇപ്പൊ ക്ഷമയില്ലല്ലോ. ഇപ്പം ഈ പറഞ്ഞ എന്തായാലും ഒന്ന് ക്ഷമിച്ച് കുറച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ പണ്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചാനൽ കാണുമ്പോൾ ഇപ്പം എന്റർടൈൻമെന്റ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് എന്ത് മറ്റേ ഇപ്പോൾ ദൂരദർശനാണെങ്കിലും ആഴ്ച ഒരു ദിവസം മറ്റേ ചിത്രഗീതം അല്ലെങ്കിൽ അങ്ങനെ സിനിമ കാണാനൊക്കെ ഒരാഴ്ച വെയിറ്റ് ആ വരുന്ന സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലുണ്ടായിരുന്നു. ഇപ്പം എല്ലാം അവൈലബിൾ ആണ്. തിയേറ്ററിൽ പോണത് പോലും ആളുകൾ ഭയങ്കരമായിട്ട് കുറവല്ലേ. അവൈലബിൾ എന്ത് സാധനമാണെങ്കിലും ഇപ്പൊ കുട്ടിയൊക്കെ ആണെങ്കിലും ഒക്കെ
എന്തും പേരൻസിന് മേടിച്ചു. കേരളത്തിലേക്ക് ഒരു ട്രെൻഡ് ഞാൻ പറയാം എന്ന് വെച്ചാൽ എല്ലാവരും ഒരു ആവറേജ് ലൈഫ് ആണല്ലോ, ഭയങ്കര എക്സ്ട്രീംലി പൂർ ആയിട്ടുള്ള ആൾക്കാർ കമ്പാരിറ്റീവ്ലി കുറവാണ് കേരളത്തിൽ. അപ്പോൾ എന്തിഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ വളരുകയായി ഭയങ്കര വലിയലേക്ക് പോവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഡിപ്രഷനും ആൻസൈറ്റി ഒക്കെ പഴയ ആൾക്കാർക്ക് കുറവാ. ഒരു കണക്കിന് നമ്മുടെ ഇന്ത്യൻ പാരന്റിങ് നല്ലതാണെന്ന് എനിക്ക് തോന്നും. ചിലപ്പോൾ എനിക്കിപ്പോൾ ഹേറ്റ് വരുമായിരിക്കും, പക്ഷെ ഇപ്പം എനിക്ക് പ്രായമാവും തോറും എനിക്ക് തോന്നാറുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ പാരന്റിങ് ഒരു ലിമിറ്റ് വരെ നല്ല പിള്ളേരെ മോൾഡ് ചെയ്ത് അവരുടെ മനസ്സ് സ്ട്രോങ് ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റുമെന്ന്. സ്വന്തം അനുഭവമാണ്. അതെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്നിലും വീഴൂല. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ ഇപ്പൊ ശാന്തമായി വന്നപ്പോഴേക്ക് ഇപ്പൊ ചെറിയ കാര്യങ്ങൾ അങ്ങനെ പൂ പോലെ തളർന്നു പോവാ. പണ്ടിങ്ങനെ വെയിലത്തിങ്ങനെ കുരുത്ത് അത് നിന്നിരുന്നായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ കഥകൾ. നമ്മൾ വിഷയം പറഞ്ഞ ഇത് തന്നെ ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണോണ്ട് അങ്ങനെയാണ്. അത് ജനറേഷന്റെ ഗ്യാപ്പ് ആയിരിക്കാം മേ ബി ഈ പറഞ്ഞ പോലെ. നിങ്ങൾ എല്ലാരും അതുകൊണ്ട് ലോങ് വീഡിയോ കാണണം. പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ കുറച്ച് ക്ഷമയുള്ള നല്ലതാ. അതുപോലെ നിങ്ങൾ കല്യാണത്തിന്റെ റിയാലിറ്റിയിൽ അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയാണ്, ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ, ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതാണോ, അതൊക്കെ സിങ്കാണ്. അല്ലെങ്കിൽ ഷോപ്പിംഗ് എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടമല്ലല്ലോ. എന്താ അങ്ങനെ ഒരു ചോദ്യം? അങ്ങനെ ആയിരിക്കുമല്ലോ, എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അവിടെ ഇഷ്ടമല്ല. അപ്പം എനിക്കങ്ങനെ ചുമ്മാ പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഷോപ്പ് ചെയ്യുന്ന ആളൊന്നും അല്ല. നേരത്തേക്ക് എനിക്കൊന്ന് പിന്നെയും ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെ തീരെ അങ്ങനെ സാധനങ്ങൾ അങ്ങനെ മേടിച്ചു കൂട്ടലില്ല. ഡ്രസ്സാണെങ്കിലും ഒക്കെ ഭയങ്കര ലിമിറ്റഡ്. എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണ് അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഈ ഫംഗ്ഷൻ വരുമ്പോൾ മേടിക്കാൻ പോകുമ്പോൾ അതിന് കൊടുത്ത് ഒരു 2-3 ഡ്രസ്സും കൂടെ മേടിച്ചു വയ്ക്കും. ഇതൊന്നും കല്യാണത്തിന് മുമ്പ് സംസാരിച്ചിരുന്നില്ലേ ഷോപ്പിങ്ങിന്റെ കാര്യമൊന്നും? എവിടെയെങ്കിലും വെളിയിൽ പോണ സാധനം മേടിക്കണതോ? ഒരാൾക്ക് ഇഷ്ടമാണ് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതും മറ്റേ മസാല ഒക്കെ മേടിക്കാൻ. പക്ഷെ ഇപ്പൊ അതും പോകുന്നില്ല നമ്മളല്ലേ. സ്വിഗ്ഗി സൊമാറ്റോ വന്നോടെ മറ്റേ ബ്ലിങ്കിറ്റ് ഒക്കെ വന്നോടെ ഇപ്പൊ എല്ലാം എല്ലാം ഫാസ്റ്റ് ആയില്ല. ലൈഫ് ഫുൾ ഫാസ്റ്റ്. മറ്റൊന്നല്ലേ എനിക്കിങ്ങനെ ഒരു മാസത്തിൽ ഞാൻ ഇങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഷോപ്പ് ചെയ്യാൻ. ഇങ്ങനെ പോയി 6-7 മാസമായിട്ട് നമ്മൾ അങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊന്നും പോകുന്നേ ഇല്ല. ഫുള്ള് ഇഷ്ടമുള്ള ഒരു വെളിയിൽ പോണ ഒരു പരിപാടിയായിരുന്നു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ അതാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകും. ഇങ്ങനെ ഞാൻ ഒരു ചെവിയിൽ ഹെഡ്സെറ്റ് വെക്കും. ഇങ്ങനെ പയ്യെ നടന്ന് ഇങ്ങനെ ഓരോ മസാലപ്പൊടി എടുത്ത് അതിന്റെ പിറകിലൊക്കെ നോക്കി മുന്നിലൊക്കെ നോക്കി ഇങ്ങനെ വെച്ച്. എന്നെ കുട്ടിക്ക് തീരെ ഇഷ്ടമല്ല എന്റെ കൂടെ വരുന്നത് സൂപ്പർ മാർക്കറ്റിൽ. എന്നോട് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകണം അത്ര ഇഷ്ടമില്ല. എന്നെ കുട്ടി ഇങ്ങനെ ഡ്രസ്സുകള് വാച്ചുകള്. എനിക്കാണെങ്കിൽ അവിടെ പോയി എനിക്കും ഇഷ്ടമല്ല. ഞങ്ങളിങ്ങനെ ബോറടിച്ചിരിക്കും. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയാം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. പറയണമല്ലോ നമ്മള്. അപ്പൊ നിങ്ങൾക്ക് ഒരേ ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് പിന്നെ ഒരേപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം ഗെയിമിങ് ചെയ്യുന്ന രണ്ടുപേര്, പക്ഷെ ചിലപ്പം രണ്ടുപേരും ഒരേപോലെ ആണെങ്കിൽ എന്തൊക്കെ പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ട് ഇക്കരെ എന്ന അക്കരെ പച്ച ആവാം. അങ്ങനെയുള്ളവരുണ്ടെ കമന്റ് ചെയ്യാം. ആയതുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് ഒക്കെ രണ്ടുപേരും ഒരുമിച്ച് ഗെയിം ചെയ്യാം, രണ്ടുപേരും അങ്ങനെയൊക്കെ ഇഷ്ടം യാത്ര. പക്ഷെ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ കാര്യവും ഒരേപോലെ അല്ലല്ലോ. യാത്ര ഒരുമിച്ച് നല്ല യാത്ര ചെയ്യാൻ ബൈക്കിലൊക്കെ ഒരു ലോങ് ഹിമാലയ അവിടെയൊക്കെ പോകുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവര് പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് ഇതുണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. രസമായിട്ട് പോവാം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറയാം നിങ്ങൾക്ക് കുറച്ച് കോമൺ ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് വ്യത്യാസം വരും. രണ്ടുപേരും ഒരേപോലെയുള്ള മനുഷ്യന്മാർ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്കി. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും കല്യാണത്തിന് മുമ്പ് അറിയില്ലായിരുന്നല്ലോ ഈശ്വര ഒരേപോലെ ഉള്ളവരെ കല്യാണം കഴിക്കണ്ടേന്ന്. പക്ഷെ അങ്ങനെ ഒരേപോലെ ഉണ്ടെങ്കിലും അടി ഉണ്ടാവുമായിരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു. എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ പറയാം ഒരേ ഫീൽഡിലുള്ളവർ തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഇപ്പൊ 2 ഡോക്ടേഴ്സ് അങ്ങനെ അവര് തമ്മിലാകുമ്പം കുറച്ചൊരു ഈഗോ ഇഷ്യൂസ് അല്ലെ അവരുടെ പ്രൊഫഷണൽ ബേസിൽ എന്നോട് പറഞ്ഞത് ഒരേപോലെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സയൻസിലുള്ള എന്റെ വിശ്വാസം പോയി അതല്ലേ എന്നെ മാറ്റിയെടുക്കാൻ നിങ്ങളിപ്പോ കുറച്ചു മുമ്പ് കേട്ടല്ലേ. പിന്നെ ഞാൻ എന്ത് സയൻസിലുള്ളത് മാറ്റിയെടുത്ത് സയൻസ് ഒന്നും അല്ലെന്ന് അവിടെ പറയാം. അങ്ങനെയല്ല പറയാം. ഞാൻ പറഞ്ഞ നമ്മൾ കുറച്ചും കൂടി വൈഡായിട്ട് ചിന്തിക്കണം. നമ്മളൊരു ബോക്സിനകത്തിരുന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇത്തിരി കൂടി വൈഡായിട്ട് ചിന്തിച്ചാൽ കുറച്ചും കൂടി കാര്യങ്ങൾ നല്ലതാണ്. അനുകുട്ടിക്ക് വിശ്വാസം ചെയ്തപ്പോഴാണെന്നറിയോ ഞാൻ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിഷൻ ബോർഡിനകത്തുള്ള എൻ്റെ ഒരു കാര്യം റിയൽ ആയിട്ട് നടന്നപ്പോഴാണ് പുള്ളിക്കാരൻ എന്നാ ഞാനും വിഷൻ ബോർഡ് ഉണ്ടാക്കാന്ന്. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ടെന്ന്. അത് നമ്മൾ ചിലത് റിയൽ ഇപ്പൊ നമ്മൾ പ്രേതമില്ല എന്നൊക്കെ പറയില്ലേ. പക്ഷെ പ്രേതമില്ലെന്ന് പറഞ്ഞു പക്ഷെ അത് നമ്മൾ ഭയങ്കര
ഒരുപാട് പേര് മറ്റേ നിരീശ്വരവാദി ടൈപ്സ് ഒക്കെ ആൾക്കാർ കുറെ പേരുണ്ടല്ലോ, ഒരു ലാസ്റ്റ് അമ്പലത്തിൽ പോകും എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ. അതേപോലെ നമുക്കത് റിയൽ ലൈഫിൽ വരുമ്പോഴേ നമുക്കത് ഇതുണ്ടോ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ ഇവര് ഉളവടിക്കുന്നു എന്നൊക്കെയല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. മറ്റേ എന്തോ പറയത്തില്ലേ, നമുക്ക് അനുഭവിക്കുന്നവരെല്ലാം കെട്ടുകഥകളാണ്, എന്തോ ഒരു ഡയലോഗ് ഇല്ലേ, അതേപോലെ. അപ്പോഴാണ് വിശ്വാസം വന്നതെന്ന്. ഞാൻ ഭയങ്കര യൂണിവേഴ്സിലൊക്കെ വിശ്വസിക്കുന്ന ആളാട്ടോ. എന്റെ കുട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് അങ്ങനെ കുറച്ച് ഞാൻ എനിക്ക് എന്റെ മൈൻഡ് കൊണ്ട് ഞാൻ എന്തും അതാണ് എന്റെ കുട്ടി. ഞാൻ അങ്ങനെ എന്ത് ആത്മാർത്ഥമായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കണോ ഞാൻ വെളിയിൽ പോലും പറയണ്ട, അല്ലാതെ തന്നെ എന്റെ അടുത്തോട്ട് അത് എത്തും. കൂടോത്രം ഇല്ലേ, എനിക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പൊ അത് യൂണിവേഴ്സ് ഉണ്ട് എന്നല്ലേ അതിനർത്ഥം. വിശ്വാസം വന്നു തുടങ്ങുന്ന ഇങ്ങനത്തെ കാര്യങ്ങള് ഇവരിങ്ങനെ പറയുമ്പോ ഇതൊക്കെ ഓക്കെ, ചിലത് നമ്മളിങ്ങനെ കണക്ട് നമുക്ക് റിയലി നടക്കുമ്പോൾ നമുക്കത് വിശ്വാസം വരുമല്ലോ. അത് ഭയങ്കര റിയൽ ആയിട്ടുള്ള അതിനെ പറ്റി നമ്മൾ വേറൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, മൈൻഡ് കൺട്രോൾ. ഇങ്ങനെ മൈൻഡ് കൺട്രോൾ അത് ഭയങ്കര റിയൽ ആയിട്ടുള്ള സാധനം കേട്ടോ. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഇങ്ങനെ ദൃഢമായിട്ട് വിശ്വസിച്ച്. സ്വപ്നത്തെ പറ്റിയൊക്കെ പറയും രാവിലെ എനിക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നലെ കണ്ട സ്വപ്നമാണ്. ഞാനാണ് സ്വപ്നം കാണുന്നത് തന്നെ കാണാറില്ലെന്ന് തോന്നുന്നു, ഓർക്കാത്തതാണോ? ഇവിടെ എല്ലാവരും ഉണ്ട് ഞാൻ ഇന്നലെ ഇങ്ങനെയൊക്കെ കണ്ടത്, ഇങ്ങനെ കണ്ട് അങ്ങനെ കണ്ട്. ഞാൻ സ്വപ്നമായിട്ട് കാണും. ഇതൊരാൾ ഭയങ്കര റിയൽ ആയിട്ട് കാര്യങ്ങൾ പറയും, ഇങ്ങനെയൊക്കെയാണ്. ഞാൻ സ്വപ്നമല്ലേ, അത് മറന്നോളാ. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സ്വപ്നത്തില് ഞാൻ ചിലപ്പോ അങ്ങനത്തെ ആളായതുകൊണ്ടായിരിക്കും ഞാൻ ബുക്ക് വായിച്ചാലൊക്കെ ഞാൻ അല്ല ഏതോ സയന്റിസ്റ്റുകളൊക്കെ ഞാൻ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്വപ്നം മീൻസ് ചിലതിന് സൊല്യൂഷൻ കിട്ടത്തില്ലല്ലോ ചില സമയത്ത് ഇത്ര ചിന്ത. അപ്പം സ്വപ്നത്തിൽ അത് കണ്ടിട്ട് കണ്ടുപിടുത്തം ചെയ്തായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഒരുപാട് അതിനെ കുറിച്ച് ചിന്തിക്കണോണ്ടിട്ടായിരിക്കും. ഞാൻ സയൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ അടുത്തേക്ക് മറ്റേ ഉണ്ണി ISROന്റെ ചെയർമാന്റെ കാര്യമാണോ ഏതൊരു വീഡിയോയിൽ പറയണ്ടായിരുന്നല്ലോ, ഒരുപാട് ചിന്തിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമുക്ക് അറിയണമെന്നൊന്നുമല്ല, നമുക്ക് അറിയുന്നത് വളരെ ഇത്ര. അതങ്ങനല്ലേ, ചിന്തിച്ചവരന്തോ ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തോ ഇല്ലെന്നല്ലേ പറയണം. അതേപോലെ ഒരുപാട് നിങ്ങൾക്ക് മറ്റേ ചൊല്ലുകൾ കിട്ടും ഇതിനകത്തുനിന്ന്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള പക്ഷെ പാചകമൊക്കെ ചെയ്യാൻ പഠിച്ചാൽ നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് പാചകം വളരെ കുറച്ചേ അങ്ങനെ അറിയുള്ളൂ. പക്ഷെ എല്ലാം എനിക്ക് കുക്ക് ചെയ്ത് തരും. മറ്റേ എന്ത് പറയുന്ന എന്തായിരുന്നു ഭർത്താവിന്റെ മനസ്സിലേക്കുള്ള വഴി എന്നോട് അമ്മ പറഞ്ഞതാ. പക്ഷെ ഞാൻ അത്ര ഒന്നും ചെയ്യാറില്ല. എല്ലാം കൂടെ തെറി വിളിക്കുമ്പോ കുക്ക് ചെയ്ത് തരണോ? പക്ഷെ അതല്ലേ ചെറിയൊരു കാര്യമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ഞാൻ കാരണം ചില വീഡിയോസിലൊക്കെ എനിക്ക് നല്ല ഫുഡ് കഴിക്കുന്ന ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഭാര്യ തന്നെ വെച്ചുണ്ടാക്കി തരണം എന്നൊന്നുമില്ല. ഞാൻ എവിടെ നിന്ന് കിട്ടുന്നത് ഞാൻ ഇപ്പൊ വിചാരിക്കണം എന്താ അറിയോ, എനിക്ക് എന്റെ ഇപ്രാവശ്യത്തെ എന്റെ വിഷൻ ബോർഡിൽ ഞാൻ എഴുതി വെച്ചിരിക്കണത് എനിക്ക് കൂടുതൽ കുക്ക് ചെയ്യണം. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണെന്നും പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഞാൻ റിലാക്സ്ഡ് ആവണ പോലെ തോന്നുന്നു. ചിലവർ ഇങ്ങനെ ചില വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ ഈ കുക്കിംഗ് ചെയ്യണവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് കുക്ക് ചെയ്യുമ്പോഴേക്കും റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നു. ചില സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ കുക്ക് ചെയ്യുമ്പോൾ. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യും. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ ആ സമയം കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും അല്ലേ? വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് മറ്റേ പറഞ്ഞ പോലെ പാത്രം കഴുകാനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യം കഴിയുമ്പോൾ നമ്മള് ഫുൾ ടൈം നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മുടെ മൈൻഡ് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുമ്പോൾ അതിനാണ് ആൾക്കാർ നടക്കാനൊക്കെ പറയാം. നമ്മൾ ബോഡി മൂവ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ ആ പ്രശ്നം നമ്മൾ കുറച്ച് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ രണ്ട് നല്ല ഒരപ്പൊരയ്ക്കും ആ ദേഷ്യം അങ്ങോട്ട് തീരും. അപ്പൊ തന്നെ വർക്ക് അതാണൊക്കെ വർക്ക്. എനിക്ക് ദേഷ്യം വന്നാൽ അപ്പൊ തന്നെ ഞാൻ രണ്ട് പപ്പടം എടുക്കും. നമ്മൾ ചില സിനിമ ഡയലോഗ് ഒക്കെ വെറുതെ. എനിക്ക് അതുപോലെ ഇപ്പൊ എനിക്ക് അങ്ങനെ ദേഷ്യം വരുമ്പോ ഞാൻ അപ്പൊ പോയി ഒന്നില്ലേ പഴംപൊരി ഉണ്ടാക്കും. അപ്പൊ പഴംപൊരി ഉണ്ടാക്കി ദേഷ്യം വരുമ്പോഴാണോ സ്നേഹമുള്ളതാണ്? കഴിഞ്ഞ ദിവസം പഴംപൊരി എന്നിട്ടേ പഴംപൊരി രണ്ട് സെറ്റായിട്ട് ഇത് കൂടുതൽ വറുത്തത്, ഇത് ഞാൻ കൂടുതൽ എണ്ണ പൊരിച്ചത്, ഇത് ഞാൻ തവയിലിട്ടിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, ഏതാ അടിപൊളി നോക്കാം. എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ പല ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളിപ്പോ ചായ കുടിക്കാൻ പോയിട്ട് അതൊരുമിച്ച് അതിപ്പോ ഇച്ചിരി ഒരുമിച്ച് ചായ വരും. നേരത്തെ ചായ കുടിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് അന്നക്കുട്ടിന്ന് കുറെ കാര്യങ്ങൾ എനിക്ക് അതേപോലെ വേറെന്തൊക്കെയാണ് ഇങ്ങനെ ഇപ്പൊ വെളിയിൽ പോയിട്ട് ചായ കുടിക്കണമെന്ന് എനിക്ക് അത്ര കണ്ട് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ചായ കുടിക്കാനൊക്കെ പോകുമ്പോ എനിക്ക് ചെറുതായിട്ട് റിലാക്സേഷൻ ഒക്കെ ഫീൽ ചെയ്യും. പിന്നെ രാത്രിയില് ബൈക്കിന് പോണത് സ്കൂട്ടറിന് കൊണ്ടുപോകില്ല. അപ്പൊ ഞാൻ പോവാന്ന് പറയുമ്പോ കൊണ്ടുപോകില്ല. എന്താ വേണ്ട, അങ്ങനെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും വേണ്ട. ഭയങ്കര എനിക്കപ്പോ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടേ നടുവേന എടുക്കുന്ന അത് എന്ന് പറയും. എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. നമ്മളൊക്കെ യങ്സ്റ്റേഴ്സ് അല്ലേ, നമ്മളിങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടിരിക്കേണ്ട എനർജറ്റിക് ആയിട്ടിരിക്കേണ്ട പ്രായമാണ്. ഒരു ബൈക്കിൽ കയറി യാത്ര നടുവേന വരുമോ? എന്റെ പഴയ R15 ആണ്. അപ്പൊ ഇച്ചിരി ചരിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ ഒരു 10-15 വർഷമായിട്ട് അഡാപ്റ്റഡാ.
പക്ഷെ ഞങ്ങൾ അതുകൊണ്ട് സ്കൂട്ടറിൽ പോകും അല്ലേ? സ്കൂട്ടർ ആകുമ്പോ വലിയ കുഴപ്പമില്ല. നല്ല എനിക്ക് അതെനിക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു, രാത്രിയിലൊക്കെ വെളിയിൽ പോണത്. എനിക്ക് എപ്പോഴും വീട്ടിലിരിക്കണത് ഇഷ്ടം. എന്താണോ എനിക്ക് എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നും. പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പോയി ചായ കുടിക്കുക. അപ്പൊ അതൊക്കെ എനിക്ക് ഇഷ്ടം. അല്ല, ഞാൻ പറഞ്ഞതല്ല കുക്ക് ചെയ്യണ കാര്യം. കുക്ക് ചെയ്യുമ്പോഴേക്കും കുറെ നാള് ഞാൻ ഫുഡ് ഉണ്ടാക്കി ഞാൻ എന്നെ കുട്ടിക്ക് ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ കുറെ നാളെ വിജയന്റെ ഫുഡ് മിസ് ചെയ്യില്ലേ? ചെയ്യുമായിരിക്കും ഇല്ലേ? നമ്മള് രുചികൾ മിസ് ചെയ്യാനാണ് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ആ അതെ, ഞാൻ എന്നെ അങ്ങനെ ഒരു ട്രൂപ്പിലാക്കി ഇടാനാണ്. മൊത്തത്തിൽ പെട്ട് ജാങ്കോ ഞാൻ പെട്ട്. കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് അങ്ങനെ നമുക്ക് ഫുഡ് ഓർമ്മയിൽ വരുന്ന. ഇപ്പൊ എനിക്ക് എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അമ്മേനെ ഓർമ്മ. അച്ചാറൊക്കെ ഇട്ടു ഈ അടുത്തൊക്കെ അച്ചാറ് ഇടുന്നുണ്ട്. അമ്മ നന്നായിട്ട് പാചകം ചെയ്യും. അത്രയൊന്നും എത്തിയിട്ടില്ല. ചെറിയതായിട്ട് അമ്മയുടെ ഒരു ടച്ച് വരില്ലേ ഫുഡില്? ഒരു ചെറുതായിട്ട്. അല്ല, വെക്കുന്ന ആഹാരമൊക്കെ നല്ലതാ. എനിക്ക് അമ്മയുടെ രുചി തോന്നും. എനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പാചകം ചെയ്യുന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. അന്നെ ഞാൻ ലൂപ്പിലാക്കാൻ വേണ്ടിട്ട് പാചകം ചെയ്ത് വീഴ്ത്തണതാ. അപ്പൊ ഇനി എങ്ങനെ പാചകം ചെയ്യുന്ന ഒരാളെ കിട്ടൂല എന്നുള്ളതാണോ? അങ്ങനെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു എനിക്ക് ചേർച്ചകൾ. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താ അറിയോ, ഈഗോ. ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് വരും. വലിയ കാര്യങ്ങൾക്ക് നമ്മൾ എന്തോരം ചെറിയ കാര്യങ്ങൾക്ക് അതൊക്കെ ചെറുതായിട്ട് പോകുന്നത്. അതാ പറഞ്ഞ എനിക്കത് ചിലപ്പോൾ വലുതായിരിക്കും. പറ എന്തായിരിക്കും? ഉറക്കൊണ്ടിരിക്കത്തായിരിക്കും. പറഞ്ഞോ. ഉറക്കെഴുന്നേക്കാത്തൊന്നുമല്ല. വേറെ എന്തോ ചെറിയ കാര്യത്തിന് വഴക്കിട്ടിട്ടുണ്ടല്ലോ. എന്തോ ഒരു തവണ ഇത് നിങ്ങൾ കേൾക്കണം. ഒരു തവണ ഞാൻ മാഗി ഉണ്ടാക്കാന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു മാഗി വയറുന്നു അല്ലല്ലോ, രാത്രിയാ മാഗി ഉണ്ടാക്കണ്ട. അതിനോട് വഴക്കിട്ടു. അതെല്ലാ കാര്യത്തിലും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് ഞങ്ങൾ കൊല്ലംകാരാ. ഞങ്ങൾ ലേസിന് വേണ്ടി ഒരു അടി ഉണ്ടാക്കുന്നവരാന്ന് എന്റെ നാട് പറഞ്ഞ അപമാനിക്കലുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഞാൻ കൊല്ലംകാരെന്ന് പറഞ്ഞിട്ട് അടിക്കണം കേട്ടോ. കൊല്ലത്ത് വരുമ്പോ ഞാൻ ഇൻഫോം ചെയ്യാം. എന്നിട്ട് അല്ല ഇത് പറഞ്ഞെന്താ തോട്ട്സ് തീരുമാനങ്ങൾ പെട്ടെന്ന് മാറും. അത് എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് തുടങ്ങാൻ വരെ എന്നെ നിർബന്ധിച്ച് പോഡ്കാസ്റ്റിന് കൊണ്ടുവരാൻ. എന്നിട്ട് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ വരാൻ തന്നെ പറയണേ, അല്ലേ ഇന്ന് ഇനിയിപ്പോൾ പോഡ്കാസ്റ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കാണ് അങ്ങോട്ട് ദേഷ്യം വരും അത് കേൾക്കുമ്പോൾ. നമ്മളൊന്ന് മൈൻഡൊക്കെ റെഡിയാക്കി ഓക്കെ എന്ത് ചെയ്യാം വരുമ്പോഴത്തേക്ക് ഇന്നലെ ഇതാണ് ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ മാറ്റിയാലും നമ്മൾ ഓക്കെ ആവണമല്ലോ. ഞാൻ അത്ര ഓക്കെ അല്ല. ഞാൻ തീരുമാനിച്ചു എനിക്ക് വിചാരിച്ചത് എന്നാ പിന്നെ പോട്ടെ, മൂഡില്ലാതെ വന്നിരുന്ന് സംസാരിച്ചിട്ട് വെറുതെ. ഇപ്പൊ മൂഡ് ഓക്കെ ആയില്ലേ? കണ്ടാ, അതുകൊണ്ടല്ലേ എന്നെ ഇത്രയും ചീത്ത വിളിച്ചോണ്ടിരിക്കണേ. ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വഴക്ക് ഇത്രയും കാര്യം പറയും. ഓക്കെ, അപ്പോ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ റിയൽ ആയിട്ട് സംസാരിക്കണ പോലെയല്ലേ സംസാരിക്കുന്നത്. ഇങ്ങനെയാണ് ഞങ്ങള് ഏകദേശം. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, എനിക്ക് തമാശ പറയാനും സിനിമ ഡയലോഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തായാലും തമാശ പറയുമ്പോൾ ഉടനെ ആണോ അങ്ങനെയാണോ ഞാൻ ഇപ്പൊ പറയും. തമാശ പറയുമ്പോ ഉടനെ കൈ ഇങ്ങനെ വെച്ചോളാം. എങ്ങനെ കാണിക്കണം? ഞാൻ ചിലപ്പോ ചുമ്മാ തമാശക്ക് ഒരു മണ്ടൻ തമാശകൾ പറയും, എല്ലാം പറയാം. എന്നിട്ട് ഇത് ഭയങ്കര കാര്യമായിട്ട് വിശ്വസിച്ചോണ്ടിരിക്കും. അങ്ങനെയാണോ? ഞാൻ വിചാരിക്കണം അങ്ങനെ ഉണ്ടാവുമെന്ന്. എന്ത് ചെയ്യാനാ, ഭർത്താവ് പറയുന്ന എല്ലാം അതേപോലെ വിശ്വസിക്കുന്ന ഒരു പാവം കുട്ടിയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ബ്യൂട്ടി ബ്ലോഗർ. അതാണ് അനുക്കുട്ടി പറഞ്ഞ തമാശ എനിക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾ നേരത്തെ നോക്കണം കേട്ടോ. എന്തോ തമാശ മനസ്സിലാവുന്നു, ഇടയ്ക്കിടയ്ക്ക് തമാശ പറഞ്ഞു നോക്കണം. കല്യാണത്തിന് മുമ്പ് ഇത്ര തമാശ പറയുന്നു. വളരെ ആ തമാശ നന്നു കേൾക്കാൻ മനസ്സിലാവുന്നില്ലെന്ന് എനിക്കറിയണ്ടേ. ഇത് മുഖം കാണുമ്പോഴാണ് മനസ്സിലാവുന്നേ. ഇതിനൊന്നും മനസ്സിലായിട്ടില്ല. നേരിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ എന്നിട്ട് സിനിമ ഡയലോഗൊക്കെ എനിക്കാണെങ്കിൽ സിനിമ ഡയലോഗൊക്കെ പറയണ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും മറ്റേ അതൊക്കെ നമ്മുടെ കല്യാണ രാമനിലൊക്കെ ഓരോന്ന് പറയത്തില്ലേ, നമ്മുടെ സ്ഥിരം എല്ലാരും ഉപയോഗിക്കുന്ന ഡയലോഗുകൾ തന്നെ. അതുണ്ടല്ലോ, ഞാൻ ഈ റീസെന്റ് ആണ് മനസ്സിലാക്കിയത് സിനിമ ഡയലോഗാ പറയണത്. തന്നെ പറയുന്നതാണെന്നോ ഈ മറ്റേ പുള്ളിയുടെ ഇപ്പൊ മോൻ അഭിനയിക്കണില്ലേ, സലീം കുമാറിന്റെ ഏതൊരു ഡയലോഗ് ഞാൻ വിചാരിച്ചിരിക്കണ റിയൽ ആയിട്ട് എന്നോട് തമാശ ഉണ്ടാക്കി ഞാൻ അത്ര കഴിവുള്ള ഒരാളാണെന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ അത്ര സിനിമകൾ ഒരുപാട് കാണാറില്ല. അപ്പൊ ഞാൻ കണ്ട സിനിമകൾ പിന്നെയും കാണും. അതൊക്കെ എല്ലാവരും കാണാം. കല്യാണം രാമൻ അങ്ങനത്തെ സിനിമയൊക്കെ എല്ലാവരും കാണുന്നല്ലേ, പുലിവാൽ കല്യാണം. പക്ഷെ എന്നാലും ഞാൻ ചിലപ്പോ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനെ ഡയലോഗ്സ് ഒന്നും അങ്ങനെ ഓർത്തിരിക്കത്തില്ല. നമ്മളിപ്പോ ട്രോള് അങ്ങനെയുള്ളതൊക്കെ ഈ ഡയലോഗുകൾ തന്നെ എപ്പോഴും യൂസ് ചെയ്യണം. ഞാൻ ട്രോളും അങ്ങനെ കാണാറില്ല. അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചിട്ട് എന്നെ കുട്ടി തന്നെ ഉണ്ടാക്കി പറയണത് ഈ റീസെന്റ്ലി ആണ് പറഞ്ഞത്. അങ്ങനെ എന്താണ് സിനിമയുടെ കാര്യം സംസാരിക്കാനുണ്ടായപ്പോ സിനിമയിലെ കാര്യമാണെന്നുള്ളത് മനസ്സിലായത്. അല്ലെ നമ്മൾ എന്താ പറഞ്ഞത്? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇടക്കിടക്ക് അത് ഉണ്ണി പറയും ഈ സെയിം ഡയലോഗ്. ഞാൻ പറയുന്ന ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊരു അതിനകത്ത് തമാശ ഡയലോഗുകൾ സ്ലാങ് അതേപോലെ അത് നോർമലായിട്ട് എല്ലാവർക്കും വരുമെന്ന് മേ ബി. അപ്പം അങ്ങനെയാണ്. നമ്മൾ എന്തോ വേറെ കാര്യം പറഞ്ഞു, വേറെ എന്തോ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഇങ്ങോട്ട് വന്നേ.
മാഗിയുടെ കഥ പറ. മാഗി എന്താ പറ്റി? മാഗി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടേ മാഗി ഉണ്ടാക്കിയില്ലാന്ന് പറഞ്ഞിട്ട് ശരിക്കും വഴക്കിട്ടിരുന്നു. അത് പ്രതീക്ഷ എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം നമ്മൾക്ക് ഒരു കാര്യത്തിലും ഫുഡ് കഴിക്കാൻ പ്രതീക്ഷ എന്നിട്ട് ഇതാക്കരുത്. ഇതാണ് ഫുഡ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വെക്കും. എന്നിട്ട് ഞാനിങ്ങനെ ഓർഡർ ചെയ്യും. അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ ആയിരിക്കും ഷവായി, ചൂട് ഷവായി അല്ലെങ്കിൽ സാധനം. അപ്പൊ കുറച്ച് അല്ല ഇന്നിപ്പോ വേണ്ട, മറ്റേ ജഗതി ഒരു പടത്തിൽ ജോലിക്ക് വന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അല്ല ഇനിയിപ്പോ ഇന്ന് ഇനിയിപ്പോ മൂടില്ല അതേപോലെ. അപ്പൊ എനിക്ക് അങ്ങോട്ട് കലി വരും. നമ്മൾ വെച്ചാൽ അതുണ്ട് കേട്ടോ. ഇപ്പം ഞാനാണ് ഒരു കാര്യം മേടിക്കുന്നതിന് മുമ്പ് ഓക്കെ ഞാൻ കുറേ ആലോചിച്ചിട്ടായിരിക്കും ആ ഡിസിഷനിൽ എത്തുക. പൊതുവേ ചിലതൊക്കെ ഇൻസ്റ്റൻറ്റ് വരും. അപ്പം ഞാനത് പ്ലാൻ ചെയ്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഫുഡ് കഴിക്കാം. അപ്പോൾ എന്ത് കഴിക്കണം? ഇവിടെ വേറെ കോമഡി വെച്ചാൽ ഞങ്ങൾ രണ്ട് ഫുഡ് കഴിക്കും. അവസാനം വരുമ്പം ഉണ്ണിയുടെ ഫുഡ് കഴിക്കാൻ പുള്ളിക്കാർക്ക് താല്പര്യം ഉണ്ടാവും, എൻ്റെ ഫുഡ് കഴിക്കാനായിരിക്കും താല്പര്യം. ഞാൻ നേരത്തെ നമ്മൾ എന്തായാലും ഈ കൂട്ടത്തിൽ പറഞ്ഞു സോഷ്യൽ മീഡിയ കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ട് ഇങ്ങനത്തെ കാര്യം കണ്ടു തുടങ്ങിയാൽ ഒരു ഫുഡും കഴിക്കാൻ പറ്റത്തില്ല. ഒന്നാലും ചോക്കി ഏതായാലും എടുത്ത് ഇത് കഴിക്കരുത്, ഇത് കഴിച്ചാൽ ഇത് വരും. നിങ്ങൾ കഴിവതും അങ്ങനത്തെ വീഡിയോകൾ അധികം കാണരുത്. ഞാൻ പറഞ്ഞില്ലേ ക്യാൻസർ വരും. ഞാൻ പറഞ്ഞില്ലേ എങ്കിൽ ഒരു കാര്യം ഇതൊക്കെ പറയുന്നില്ല, എന്ത് കഴിക്കാൻ ആരും പറയുന്നില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾ കഴിക്കും. ഇപ്പൊ ഓട്സ് കഴിക്കാൻ പാടില്ല. എന്താ കഴിക്കാൻ പറ്റുന്നേ? വെള്ളം കുടിക്കാൻ ഒരുപാട് വെള്ളം കുടിച്ചാൽ കഴിവതും അങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാണരുത്, ഒരുപാട് കാണരുത്. അതിൽ ഒന്നാമത്തെ കാര്യം പല ക്യാൻസറിന്റെ എക്സാക്ട് കോസ് എന്താന്നുള്ളത് എനിക്ക് സൺസ്ക്രീനിന്റെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇന്നലെ കൂടി എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചല്ലോ, ആ കുട്ടി പണ്ടൊന്നും സൺസ്ക്രീൻ ഇടില്ലായിരുന്നു, ഇപ്പൊ അതുകൊണ്ട് പേടിയാ സൺസ്ക്രീൻ. ഇപ്പോഴാണ് സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ചിലത് ഇൻസെക്യൂരിറ്റീസ് കൂട്ടും. പക്ഷെ എന്നാ പോലും സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ ക്യാൻസർ വരും അങ്ങനെയൊക്കെ ചോദിച്ചു. ഇപ്പണ്ടല്ലോ ആളുകൾ നമ്മുടെ സൂര്യൻ ഭയങ്കര എനിമി ആയിട്ട് കാണണേ. അത്രയ്ക്ക് എനിമി ആയിട്ട് കാണാനുണ്ടോ? സൂര്യൻ നമുക്ക് എനർജി തരുന്നത്. ഞാൻ എന്താ ഫുൾ നമ്മളുടെ എനർജി, നമ്മളുടെ തോട്ട്സിലൊക്കെ സൂര്യൻ ഭയങ്കര. ഞാൻ ദേവൻ എന്ന രീതിയിൽ ആ കൺസെപ്റ്റിലല്ല കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുക, അല്ലാണ്ട് സോഴ്സ് ഓഫ് എനർജി അത് പറയുന്നുണ്ട്, ആയുർവേദത്തിലൊക്കെ പറയുന്നതാണ്. മൂണ് അതൊക്കെ നല്ലയാ. എനിക്ക് എന്റെ പിരിഡ്സ് സിങ്ക് ആയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒരു ബാഡ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇത് ചെയ്താൽ അത് വരും, അത് ചെയ്താൽ ഇത് വരും. എങ്കിൽ എന്തൊക്കെ ചെയ്യാന്ന് പറയുന്ന വീഡിയോസ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹ്യൂമൻ ഡിഫറെൻ്റ് ആണ്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ തിയറി പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ വരും. ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ BP ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ നോർമൽ BP 120/80 എന്നുള്ളൊരു കണക്കുണ്ടായിരുന്നു, അത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിപ്പോൾ 140/90 ആയാലും കുഴപ്പമില്ല റീസെൻറ്റ് സ്റ്റഡീസിൽ. കാരണം മനുഷ്യന് ഇവോൾവ് ചെയ്യാണ്, നമ്മുടെ ശരീരം ഓരോ മാറിക്കൊണ്ടിരിക്കുക, നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾക്കനുസരിച്ചും പിന്നെ മ്യൂട്ടേഷൻ അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ അത് സയൻസിൻ്റെ ഒരു കാര്യത്തിൽ പറയുമ്പോൾ ഇടയ്ക്ക് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം സയൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സയൻസിനും ചേഞ്ചസ് വരുന്നുണ്ട്. ഇത്ര കഴിയുമ്പം ഇപ്പോൾ E=mc² എന്നുള്ളത് ഐൻസ്റ്റീൻ്റെ നമ്മൾ ഒരുപാട് കാലം പഠിച്ചു, പിന്നെ ഇതൊരു ചേഞ്ച് ഉണ്ടെന്നുള്ളത് പറഞ്ഞു. കറൻ്റ്ലി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അത് മാറി എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ആ ഇക്വേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത് മാറാം. അതുകൊണ്ട് നമ്മൾ അതിലും ഒന്നിനും എക്സ്ട്രീം ആവാതെ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പറഞ്ഞു നമ്മൾ വിഷയത്തിന് കുറച്ച് മാറി, പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ഞങ്ങൾ നേരിട്ട് സംസാരിക്കുമ്പോഴും പറഞ്ഞു വരുമ്പോൾ വേറെ വഴിക്കോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞോ. പിന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നത് എന്തായിരുന്നു, പിന്നെ നിങ്ങൾ റിയാലിറ്റി അറിഞ്ഞിരിക്കേണ്ട എന്താ അറിയോ, നമുക്ക് മാരീഡ് ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും എപ്പോഴും നമ്മളുടെ ഓപ്പോസിറ്റ് പാർട്ട്ണറെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ദേഷ്യം തോന്നാം, ഇല്ലേ? അനക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ? അല്ല അങ്ങനെയല്ല, ഇഷ്ടക്കുറവ് തോന്നിയിട്ടില്ലേ? ചില സിറ്റുവേഷൻ വരുമ്പം നമുക്ക് ദേഷ്യം തോന്നും. ഇവരെന്താ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ തോന്നും. അനക്ക് എന്നെ ഡിവോഴ്സ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ സ്വാഭാവികം. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറെ തവണ ഞാൻ വെച്ചു ഡിവോഴ്സ് ചെയ്തൊന്ന് കളഞ്ഞിരുന്നാൽ മതി എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ കുറെ കഴിയുമ്പോഴേക്കും ഞാൻ തന്നെ വിചാരിക്കും നല്ല ക്വാളിറ്റി, എനിക്ക് കുറെ നല്ല കാര്യങ്ങളുണ്ടല്ലോ, കുറെ നല്ല കാര്യങ്ങൾ ഞാൻ വിചാരിക്കും. ചില സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. ഇങ്ങനെ ലക്കിയാണല്ലോ അങ്ങനെയൊക്കെ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ തോന്നും. അപ്പം ഞാൻ ചിന്തിക്കും, ഞാൻ എന്താ അന്ന് ഞാൻ അങ്ങനെ ഡിവോഴ്സ് ചെയ്യണമെന്ന് ചിന്തിച്ചേന്ന്. എന്നിട്ട് ഡിവോഴ്സ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന സമയം വരുമ്പോഴേക്കും ഞാൻ ആലോചിക്കും എനിക്ക് എങ്ങനെയാണ് അന്ന് ഇത്ര ഇഷ്ടം തോന്നിയിരുന്നതെന്ന്. അതിന്റെ അർത്ഥം എന്താ? ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ ഡിസിഷൻസ് എടുക്കരുത്. ചില ഡിസിഷൻസ് അങ്ങനെ എടുക്കേണ്ടി വരും,
നമ്മൾ ബാക്കിയുള്ള ഡിസിഷൻസ് നമ്മൾ കുറച്ച് മിക്ക അങ്ങനെ ഡിവോഴ്സ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏതോ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു നമ്മൾ എന്തോ ഇട്ടിരുന്നതിനകത്ത് ഡിവോഴ്സ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ, ചേട്ടനെ ഡിവോഴ്സ് ചെയ്യണം. അല്ല, നമ്മൾ ഡിവോഴ്സ് ആയിട്ടുണ്ടോ എന്ന് അനുകൂട്ടരുടെ വീഡിയോ കാണിക്കാതിരിക്കും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നിങ്ങൾ ഇതുവരെ ഡിവോഴ്സ് ആയില്ലേ? അങ്ങനെ അങ്ങനെ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാതെ ഭയങ്കര ദേഷ്യമൊക്കെ തോന്നാം. എനിക്ക് നല്ല ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട് ചില എന്തൊക്കെയോ കാര്യങ്ങൾക്ക്. എന്തിനാണ് കല്യാണം കഴിച്ചതെന്ന് അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടില്ലേ? സത്യാവസ്ഥ പോഡ്കാസ്റ്റിലായിരുന്നു, നേരിട്ട് പറഞ്ഞില്ല. എനിക്ക് തോന്നിയിട്ടില്ലേ? ദേഷ്യം തോന്നാറുണ്ട്. അങ്ങനെ നമുക്ക് ചിലത് വരുമ്പം നമ്മളെ മനുഷ്യന്മാരല്ലേ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. അത് മനുഷ്യ സഹജമാണ്. പ്രശ്നങ്ങൾ തോന്നും. പിന്നെ ചിലപ്പോൾ നമ്മുടെ തോട്ട്സുകൾ മാറാം. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ശരിയെന്ന് തോന്നുന്ന കാര്യം കുറേ നാൾ കഴിയുമ്പോൾ നമുക്കത് ശരിയല്ല എന്ന് തോന്നാം. ഇല്ലേ? ഞാൻ പറഞ്ഞിരുന്നൊക്കെ ശരിയാന്ന് ഭാവി തോന്നും. എന്നിട്ട് 10 മണിയായി. അങ്ങനെയല്ല, ഒന്ന് വൈൻഡപ്പ് എങ്ങനെയല്ലോ ഒക്കെ പറഞ്ഞ് മിനിറ്റിന് പൈസ വയ്ക്കും ഞാൻ കേട്ടോ, പെർ വേർഡിന്. ഇതാണ് റിയാലിറ്റി. ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നിട്ടാണ് പോഡ്കാസ്റ്റ് ചെയ്യാന്ന്. ഞാൻ ഒറ്റയ്ക്കിരുന്ന്, എന്നോട് അറിയാം ഒറ്റയ്ക്കിരുന്ന് ചെയ്തോളാം. എന്നാ പിന്നെ അതെങ്ങനെ പോഡ്കാസ്റ്റ് ആവണത്? പിന്നെ അത് എന്റെ ചിറ്റാറ്റല്ലേ ഒറ്റയ്ക്കിരുന്ന്. വെറൈറ്റി ആവണം. മറ്റേ സമൂഹ ഗാനം വരെ ഒറ്റയ്ക്ക് പാടുന്ന പോലെ. മനസ്സിലായില്ല കോമഡി? ഇല്ല. അല്ല, സമൂഹ ഗാനം എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട് പാടുന്ന സോങ്ങിനാണ് പറയുന്നത് സമൂഹ ഗാനം. അത് ഒറ്റയ്ക്ക് പാടാൻ പറ്റൂല. വിവരമില്ലായ്മ ഒരു കുറ്റമാണോ? നിങ്ങൾക്കിത് കോമഡി തോന്നിയോ? താഴെ കമന്റ് പറയാ എന്റെ കോമഡിയുടെ നിലവാരം. ഞാൻ പറഞ്ഞ ചിലപ്പോ എന്റെ പിള്ളേരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺസെപ്ഷനാണ്. ടൈം എന്ന് വെച്ചാൽ ടൈം ഈസ് പ്രീഷ്യസ് അല്ലേ? കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങുന്നു ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെങ്കിൽ ഇവര് ഞാൻ പറഞ്ഞില്ലേ ഫ്ലൈറ്റ് കയറാൻ നേരം വരെ അത് ഞാൻ കഴിഞ്ഞ സാറിന്റെ ഇന്റർവ്യൂ ഇവരെങ്ങനെ ഫ്ലൈറ്റ് പോണോ? പോട്ടെ, അടുത്ത ഫ്ലൈറ്റ് നമുക്ക് എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൈറ്റ് മിസ്സായ ആളാണ് രക്ഷപ്പെട്ടത്. അതാ അന്നേരം ഞാൻ വിചാരിച്ചു ഇതൊക്കെ അതല്ലേ സത്യം. അന്നേരം ഞാൻ വിചാരിച്ചു അങ്ങനെ ഫ്ലൈറ്റ് അവിടെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്നുള്ള അപ്പം അല്ലേ മനസ്സിലായി. അയാളത് ഇപ്പൊ മിസ്സായ ജീവൻ വന്നു. ഞങ്ങൾ എവിടെ പോയപ്പോ ഇങ്ങനെ ഞങ്ങളെ കേട്ടില്ല എന്ന് പറഞ്ഞു ജയ്പൂര്. എന്തൊരു ചീത്ത വിളിയായിരുന്നു. പിണങ്ങി. ഞാൻ വിചാരിച്ചു എന്തിനാ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പിണങ്ങിയിട്ട് എന്താണ് കാര്യം? ഇത്ര പൈസ വേസ്റ്റ് ആവൂലേ? നമുക്ക് ഇച്ചിരി നേരത്തെ പോയ പ്രശ്നം തീർന്നില്ലേ? മിസ്സായില്ല, മിസ് ആവാറായതിന് അവിടം വരെ ഗേറ്റ് ക്ലോസ് ചെയ്തു. ഗേറ്റ് ക്ലോസ് ചെയ്താലും തന്നെ അവരെ കൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചില്ലേ? ക്രെഡിറ്റ് അടിക്കണം. നമ്മൾ പോകാൻ പറ്റിയില്ല, അടുത്ത ഫ്ലൈറ്റിൽ പോകാൻ പറഞ്ഞില്ലേ? പോകാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എങ്ങനെ അടുത്ത ഫ്ലൈറ്റിൽ പോകാൻ നമുക്ക് പഠിക്കാൻ പറ്റിയേനെ? ശരിയാ. ഇങ്ങനെ എല്ലാം വന്ന് പുതിയത് പഠിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളെല്ലാം പോസിറ്റീവ് എടുക്കട്ടെ. ഇപ്പൊ ഞാനും ഭയങ്കര പോസിറ്റീവാ. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഡൽഹി പോയിട്ട് ഞങ്ങൾ ഒരു ദിവസം നേരത്തെ വരേണ്ടി വന്ന്. അപ്പൊ നമ്മൾ ഒരു ദിവസം നേരത്തെ എങ്ങനെയാ ബുക്ക് ചെയ്യണേന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാ ഫ്ലൈറ്റിന്റെ ടൈം പോസ്റ്റ്പോൺ ചെയ്യുന്നത്. മീൻസ് അല്ല സോറി പോസ്റ്റ്പോൺ അല്ല പ്രീപോൺ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് നാളെ ഫ്ലൈറ്റ് ആയിരുന്നു, അത് ഒരു ദിവസം മുന്നേ ആക്കി. അപ്പോൾ എത്ര രൂപ പേ ചെയ്യേണ്ടി വരും എന്നൊക്കെ അന്നേരം പഠിക്കണം കേട്ടോ. എല്ലാം പുതിയ നോളജ്, പുതിയ ലെസൺ ആണ്. ഇവർ അതിൻ്റെ ആളാ. അന്നേരം അത് എവിടെന്ന് പറയാം, അച്ഛൻ്റെ അതേ സാധനം. അച്ഛൻ ഇതാണൊക്കെ പോകാൻ നേരം ഒരു വൈബ് ഇരിപ്പുണ്ട്. എന്നിട്ടൊരു മറ്റേ റീലും കണ്ടിരിക്കും, സെയിമാ. അതെവിടെ എല്ലാം തീർന്നു, ഇനി ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് ഇറങ്ങി നമ്മൾ കഥവൊക്കെ പൂട്ടി ചിലപ്പോൾ വണ്ടിയുടെ അടുത്ത് എത്തുമ്പോഴായിരിക്കും അയ്യോ ഞാൻ അതെടുത്തില്ല. അപ്പം തിരിച്ചു വരും. എനിക്ക് അന്നേരം എൻ്റെ BP അങ്ങോട്ട് കൂടും. എനിക്കറിഞ്ഞൂടാ എന്നെ ഇങ്ങനെ വളർത്തിയ വീട്ടില് ഞാൻ ചെയ്യാനാ അപ്പടുത്ത് നല്ല ഇടിയാ. പക്ഷെ ഇപ്പൊ കുറവല്ലേ? ഇപ്പൊ അങ്ങോട്ട് മനസ്സിലാക്കി. ഞാനിങ്ങനെ കാണുമ്പോ തന്നെ ഞാൻ വലിച്ച് ചിരിയങ്ങ് ചിരിക്കും. അല്ലാതെയൊക്കെ ചീത്ത വിളിക്കും. ഞാൻ മമ്മി പറഞ്ഞതാണ് ഞാൻ ചെവിയിലെടുത്തിരിക്കുന്നത്. ഈ ചെവിക്കോടെ കേൾക്കാ, ഈ ചെവിക്കോടെ കളയാ, ഒന്നും മൈൻഡ് ചെയ്യണ്ട. എന്റെ മമ്മി പറഞ്ഞ കാര്യം പറയാട്ടോ. മമ്മി എങ്ങനെയാന്നോ പപ്പേനെ ഇത്രയും കേൾക്കുമായിരിക്കും, കാണാൻ സാധ്യത. അതേപോലെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് മിണ്ടില്ല, എന്താ വെച്ചാ പറഞ്ഞോട്ടെ വിചാരിച്ചു. അയ്യോടാ പാവോടാ. എന്നാലും കയ്യിരിപ്പിന്റെ അല്ല, നന്നായിക്കൂടെ? നന്നായിക്കൂടെ? ഏതാ ഇങ്ങനെ വൈകി പോണോ? ഞാൻ അടുത്ത ഫ്ലൈറ്റ് ആവട്ടെ. ഞാൻ 4 ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടേ നമ്മളുണ്ടല്ലോ കുറച്ചൊക്കെ നമ്മളിങ്ങനെ വിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പക്ഷെ ഏറെ കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഞാനൊക്കെ ഭയങ്കര ചിലപ്പോൾ സമയം എനിക്ക് തോന്നാറുണ്ട് സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ജീവിക്കുന്നത്. ഇത് ഇന്ന സമയത്ത് നടക്കണം, അല്ലെ ഇങ്ങനെ എത്തണം എന്ന് വെച്ചാൽ അത് വരുന്ന പോലെ വരട്ടെ എന്ന് കുറെ ചിന്തിച്ചാൽ ചില കാര്യങ്ങൾ നമ്മളെല്ലാം ഈ നേരത്തെ പറഞ്ഞ പോലെ മിതമാണ്. എല്ലാത്തിലും ഇത് ആപ്ലിക്കബിൾ അല്ലായിരിക്കും. പക്ഷെ ഇപ്പം നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ച് ജയിക്കണമെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പഠിച്ച് ജയിക്കണ്ടേ?
അതെനിക്കൊരു ഇതുണ്ട്. എനിക്കിപ്പോ എന്നെ പോലെ അങ്ങനത്തെ ഇത്തിരി ഒരുപാടൊന്നും പറയണ്ട, ഇത്തിരിയൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറ്. ഇന്നലെ ഏതോ ഒരു സാധനം ഇതൊക്കെ തോന്നുന്നു. ഞാൻ മറന്നു, അയ്യോ ഇത് ചെയ്തോ. അത് ഏറ്റവും കോമഡി ഉണ്ട്. എല്ലാവരെയും പോയി കഴിഞ്ഞിട്ട് കീ എടുത്തായിരുന്നോ അല്ലെ ഇത് എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞ എടുത്തതാണ്ടിരിക്കുന്നു. ഇപ്പോഴും ചോദിച്ചാൽ നന്നായി. പാസ്പോർട്ട് എടുത്തു വന്നു പകുതി അല്ലെ എയർപോർട്ടിലെത്തി പാസ്പോർട്ടൊക്കെ എടുത്തായിരുന്നല്ലോ അല്ലേ. ചിലപ്പോ എനിക്കിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണേ, അപ്പൊ എനിക്കത് കറക്റ്റോ ആ സ്ഥലത്ത് ഇങ്ങനെ നീക്കി ഒരേ ലെവലിൽ ഇതെന്റെ വിജയം. ഒരു ട്രിഗർ വരും. അപ്പൊ എനിക്ക് ഞാൻ ദേശം ഇങ്ങനെയെന്ന് വേണ്ട, അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എല്ലാം കൂടെ മാറിപ്പോവും. നമ്മൾ ഇതിഹാസ സിനിമയിലെ പോലെ അതെ, എക്സ്ചേഞ്ച് ആയി പോകും. അങ്ങനെ പടക്കളം അല്ലേ. എനിക്ക് ആ പടക്കളത്തിൽ ആ ചെക്കനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫാൻസും അവന്റെ അതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ പടം? കണ്ടോ കേട്ടോ. മുമ്പുള്ള ആ ചെക്കന്റെ അഭിനയവും ശേഷമുള്ളതും നമുക്ക് തോന്നും ഈ രണ്ടും ഒരേ ക്യാരക്ടറാണ്. രണ്ട് ക്യാരക്ടറാ, പക്ഷെ എന്നാലും ഭയങ്കര വ്യത്യാസം. നല്ല രസമായിട്ട് ചെയ്തു. നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒരുപാട്. അത് OTT വന്നതിന് ശേഷം തോന്നുന്നില്ല. കഴിഞ്ഞ സാർ പറയണ്ടായിരുന്നില്ല ആ ചെക്കൻ നല്ല ഫാൻസ് ആയി. ചെക്കൻ ഞാൻ അങ്ങനെ കാഷ്വലി ചെക്കൻ എന്നാട്ടാ വിളിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സെയിം ഏജ് ആണ്. നല്ല രസമുണ്ട്, നന്നായിട്ട്. സന്ദീപ് പ്രദീപ് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്താണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് സംസാരിച്ചോണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ക്വസ്റ്റ്യൻ ഞാൻ ചെറുതായിട്ട്, ക്വസ്റ്റ്യൻ അല്ല ഇങ്ങനെ പോയിന്റ്സ് ഇതാണല്ലോ. പഠിച്ച് എന്നെ കുറ്റം പറയണതാണ് ഞാൻ പഠിച്ചിരിക്കണത്. ഈ വീഡിയോ കാണുമ്പോ നമ്മൾ എങ്ങാനും ഇനി ഭാവി വല്ല ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഈ വീഡിയോ ഒന്ന് ക്ലിപ്പിംഗ് ആയിരിക്കും കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകണത്. ഇവരിങ്ങനെ അന്നേ ഇവരുടെ ഇടി തുടങ്ങിയതാണ്. ചിലപ്പോ ഇപ്പൊ കമന്റ് വരും, എന്തോ ഒരു ഇത് മാറി തുടങ്ങിയിട്ടുണ്ടല്ലോ. അല്ല, ഏതോ ഒരു വീഡിയോയില് ഇങ്ങനെ കമന്റ് ഉണ്ടായിരുന്നു, പണ്ടത്തെ പോലെ അല്ലല്ല ഇപ്പൊ എന്തൊക്കെയോ പൊട്ടലും ചീറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോന്ന്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇജ്ജ് വിചാരിച്ചിരുന്ന പോലെ തന്നെയാണോ റിയാലിറ്റി ഓഫ് മാരേജ് ആഫ്റ്റർ മാരേജ്? സത്യം പറയല്ലേ, എനിക്കങ്ങനെ കല്യാണം കഴിച്ചായിട്ടൊന്നും വലിയ തോന്നല് കാര്യങ്ങള് അങ്ങനെ ഒരാള് എന്റെ ലൈഫിലോട്ട് വന്നിട്ട് എനിക്ക് ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പിന്നെ അഡ്ജസ്റ്റ് ആവാൻ സമയം എടുത്തോ അതോ അഡ്ജസ്റ്റ് ആയോ? കൗതുകം. പിന്നെ എല്ലാവർക്കും ഒരു പുതിയ ചെക്കനും പെണ്ണും വരുമ്പോ ഒരു കൗതുകം, ഒരു നമുക്ക് എല്ലായിടത്തും ഒരു ഇത് കിട്ടല്ലോ, ഒരു എന്താ പറയാ ഇനീഷ്യൽ സ്റ്റേജ്. ഞാൻ പറഞ്ഞത് 2 വർഷമൊക്കെ അങ്ങനെ. പിന്നെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയമോ അങ്ങനെ വേറൊരാള് വന്നു അങ്ങനെ ഭയങ്കര ഒരു പോസിറ്റീവ്. ഞാൻ അത്ര നല്ലതായതുകൊണ്ട് മനസ്സിലായില്ലേ, അങ്ങനല്ല. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ, ഞാൻ എവിടെയും അത്യാവശ്യം ജീവിച്ചു പോകുന്ന വിചാരിക്കുന്ന ഒരാളാണ്. ചിലപ്പോ എനിക്ക് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ഒറ്റയാളായിരുന്നു. ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ഇത് ഒരു റൂമിൽ ഒറ്റയ്ക്ക് പടവെട്ടി വന്നതാ. അനക്ക് മേ ബി ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എന്താണ് എപ്പോഴും ഞാൻ അങ്ങനെ ഒരിടയ്ക്ക് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് അന്നക്കുട്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നാലേ എനിക്ക് പറ്റുള്ളായിരുന്നു. ഞാൻ ഹാപ്പി ആണെങ്കിൽ അന്നക്കുട്ടി നല്ലോണം ബിഹേവ് ചെയ്യണം, അപ്പോഴാണ് എനിക്ക് ഹാപ്പി ആവുക. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം വരും. എനിക്കറിയായിരുന്നോ ഞാൻ ഈ റീസൺ? ഇപ്പൊ മാറി. അതെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു അതെങ്ങനെ മനസ്സിലായി? ഒറ്റയ്ക്ക് ഇതൊക്കെ ബാൽക്കണിയിലൊക്കെ ഇരിക്കുന്നല്ലേ. നേരത്തെ ഞാനിവിടെ വരണം നിർബന്ധിക്കുക. എനിക്ക് ചിലപ്പോൾ ആ സമയത്ത് ബാൽക്കണി ഇരിക്കാൻ മൂടുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇപ്പൊ എങ്ങനെയാ, ഞാൻ ഇപ്പൊ തന്നെ പോയിരുന്നു ചായയൊക്കെ എടുത്ത് ഞാൻ തന്നെ. അതുപോലെ ഞാൻ പറയാം ഉറങ്ങാം, ഞാൻ വന്നാലേ ഉറങ്ങും. ഞാൻ പറഞ്ഞു ഞാൻ മാറ്റും. ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് കിടന്നപ്പോ എനിക്ക് ഉറങ്ങാൻ വന്നില്ല. നല്ല കാര്യം, അവനവൻ ഉറങ്ങണം, അവനവൻ നേരത്തെ ഉറങ്ങണം. ഞാൻ പറഞ്ഞു ഇപ്പൊ 2 ടൈപ്പ് ആയിട്ടായിരിക്കും. കാരണം എനിക്ക് ചിലപ്പോ എനിക്ക് എപ്പോ ഉറങ്ങിയാലും ഞാൻ നേരത്തെ എണീക്കും. അങ്ങനെ നേരത്തെ അല്ല, കിടന്ന് അപ്പൊ തന്നെ ഉറങ്ങും. എങ്ങനെ കരുനാക്കോലിക്കല്ലേ അങ്ങനെ പറയാ, ടച്ച് വുഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രാശിയില്ല മോനെ. തീർന്നു, എന്റെ ഉറക്കം പോയി. ഞാൻ പക്ഷെ കിടന്ന് 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിയണം ഞാൻ ഉറങ്ങണമെങ്കിൽ. ഇപ്പൊ 10 മണിക്ക് കിടന്നാ ഞാൻ ഉറങ്ങാ 1 മണി 12 മണിക്ക് വരെ ബോറടിച്ച് ദേ വന്നിരിക്കുന്നു. നിങ്ങക്ക് ബോറടിച്ചാ? അല്ലേ, ഞാൻ അങ്ങനെ കുറെ നേരം കഴിഞ്ഞല്ലേ ഉറങ്ങുക. അല്ല ആയിരിക്കും, ഞാൻ നേരത്തെ ഉറങ്ങുന്നത് ഞാൻ എങ്ങനെ അറിയാനാ ഇയാളെപ്പോഴും ഉറങ്ങാൻ. അല്ല പക്ഷെ പൊതുവെ ഇന്നലെയൊക്കെ നേരത്തെ ഉറങ്ങി, ഇന്നലെ ഞാൻ ലേറ്റ് ആയിട്ട് ഉറങ്ങി. ഇന്നലെ ഞാൻ തലവേദനയായിട്ട് കിടന്ന് അപ്പൊ കൊറേ അല്ല എന്നാലും കുറച്ച് സമയം എടുത്ത് ഉറങ്ങാൻ. പക്ഷെ ഞാൻ വന്നപ്പോ നല്ല ഉറക്കോ. കൊറേ കഴിഞ്ഞല്ലേ വന്നേ? ഞാൻ ഇന്നലെ 1 മണിക്ക്. ഇന്നലെ ഞാൻ 9 മണിക്ക് കിടന്നേ. ഇന്നലെ ഞാൻ വന്ന് ഞാനൊരു സൊമാറ്റോ ഓർഡർ ചെയ്തിട്ട് പുള്ളി വരുന്ന വഴിക്ക് എനിക്കൊന്ന് പുള്ളിയുടെ ബൈക്കിന്റെ ചെയിൻ പൊട്ടിയെന്നാ പറഞ്ഞത്. പിന്നെ വേറെ ആള് അതിന് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെയൊക്കെ വന്നു. അതുവരെ ഞാൻ ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഉറങ്ങാം. പിന്നെ ഫുഡ് എന്തായാലും ഓർഡർ ചെയ്തല്ലേ, കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ കരുതി. എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ ഇന്നലെ പറ്റിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങി. തലവേദനയായിരുന്നു. അതുകൊണ്ടാണ്
അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എന്തെങ്കിലും ഒന്ന് വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കാം. അങ്ങനെ വെളിയിലെ ഫുഡ് ഞങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ അത് ബ്രേക്ക് ചെയ്ത് അതിന്റെ അനുഭവിച്ചു ഒന്ന് രാവിലെ. എന്നിട്ട് പറയണേ നന്നായി എനിക്ക് കഴിച്ചല്ലേ അനുഭവിച്ചോന്ന്. പാവൻ ചേട്ടന് എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ചു വരണ്ടേ. എന്താണ് ഞാൻ പറയാൻ വന്നത്? അപ്പൊ ഞാൻ ഇപ്പൊ ഉണ്ടല്ലോ എല്ലാം തന്നെ ചെയ്യാൻ പഠിച്ചു. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാൻ പഠിക്കണം. ഞാൻ എന്റെ കുട്ടീനോടും അങ്ങനെ തന്നെ. ഇപ്പൊ പറഞ്ഞില്ലേ വെളിയിൽ പോകാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നല്ലതാന്ന്. എന്തിനാണ് ചിന്തിക്കണേ? തന്നെ പോണം. ഇപ്പൊ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് വിളിച്ചാലും ഞാൻ അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു ചെയ്യും. എല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. എന്നുവെച്ചാൽ ഭയങ്കര എനിക്ക് തോന്നിയില്ലേ ഞാൻ ഭയങ്കര കുറച്ച് ഇമ്പ്രൂവ് ആയിന്ന്? പാവൻ ചെറുക്കനെ ഇരുത്തി. അപ്പോ പറഞ്ഞ പോഡ്കാസ്റ്റ് നമ്മുടെ പോഡ്കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഇത് കാഷ്വൽ ടോക്ക് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ, എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, സജഷൻസ് ഒക്കെ പറയുക. നമ്മൾ ഇന്റർവ്യൂവിലെ അല്ല, ചുമ്മാ അങ്ങോട്ട് ഇനി കാഷ്വലി സംസാരിക്കുന്നു. എനിക്കൊരു 3-4 പേരും കൂടെ ഉണ്ട്, ഭയങ്കര രസമായിരിക്കും അല്ലേ? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ല 3-4 പേരാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാം. 3-4 പേര് ഇവിടെ ഞാൻ എവിടെ കയറ്റിയിരുന്നു? വലിയ സ്റ്റുഡിയോ റെന്റ് ചെയ്യാം. എന്നിട്ട് എല്ലാവരും കൂടെ വട്ടം. നമ്മൾ പണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെ കുറെ പേര് ലൈവ് ഒക്കെ ചെയ്യുന്നില്ലേ? ഒറ്റയ്ക്ക് പണ്ട് അയൽക്കൂട്ടത്തിൽ ഇരുന്ന് സംസാരിച്ച പോലെ എല്ലാവരും അയൽക്കൂട്ടം എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ പഴയ നമ്മുടെ പ്രായമുള്ളവർ അമ്മമാരൊക്കെ ഇരുന്നിട്ട് അവർ ആ ഏരിയയിലെ കഥയൊക്കെ പറയത്തില്ലേ, അതേപോലെ ഇപ്പം വന്ന് ലൈവിലിരുന്ന ആൾക്കാർ കഥ പറയുന്ന പോലെയൊക്കെ കാണാറുണ്ട്. പക്ഷെ വ്യൂസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആൾക്കാർക്ക്. പറഞ്ഞ പോലെ അത് കേൾക്കാൻ ഇഷ്ടം, അവരുടെ വിശേഷങ്ങൾ ഓരോരുത്തങ്ങനെ പറയുന്നതും വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നതും. അപ്പം അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. യെസ്. ഇനി അടുത്ത എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോന്ന് പറയട്ടോ, കാരണം ഇത് നല്ല സമയം ഉണ്ടാവും. അപ്പൊ എത്ര പേർക്ക് ഇഷ്ടമാവുന്ന. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പോഡ്കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഓരോ ടൈപ്പ് വ്യൂവേഴ്സ് ആണല്ലോ. ചില പോഡ്കാസ്റ്റിംഗ് ഭയങ്കര ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും, ചിലത് എന്റർടൈൻമെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് രണ്ടര കിട്ടും, ഇൻഫർമേഷനും എന്റർടൈൻമെന്റ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, ഏത് ടൈപ്പാണ് കേൾക്കാൻ, അതിനൊക്കെയുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ കാണുന്നവരെ ബൈ.